ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരുക്കപ്പെട്ട നല്ല സമയത്തിനായി, അത്ഭുതങ്ങളുടെ സമയത്തിനായി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവം അതിശയങ്ങളെ പ്രവർത്തിക്കുവാൻ പോകുന്ന നല്ല സമയത്തിനായി, ആ നല്ല സമയം നമുക്കൊപ്പമായിരിക്കുവാൻ അവസരം തന്ന നല്ല കൃപയ്ക്കായി നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ പകലിലും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്തുതിക്കും സ്തോത്രവും ഉയരുന്നവർ അധരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. മഹത്വത്തിൻ്റെ രാജാവിനെ, കർത്താവിനെ ഇതിനകത്ത് ലൈവിൽ വീക്ഷിച്ചായിരിക്കുന്നവർ ായിരിക്കുന്ന സ്ഥാനങ്ങളിലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, മഹത്വത്തിന്റെ രാജാവിനെ സ്തുതിച്ചാട്ടെ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. സകല സ്തുതിക്കും യോഗ്യനായവനെ, സകല മാനത്തിനും യോഗ്യനായവനെ, സകല പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ സകല പുകഴ്ചയ്ക്കും യോഗ്യനായവനെ ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. സഭ ശ്രദ്ധയോടെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ചില സ്തോത്രം കയ്യാമങ്ങൾ വീഴപ്പെടുക, ചില ചങ്ങലകൾ വീഴപ്പെടുക. സ്തുതിക്കുന്ന കരങ്ങളെ തട്ടി സ്തുതിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് മുൻപോട്ട് വിടാതെ വണ്ണം പിശാച് കെട്ടിവെച്ച ചില ചങ്ങലകൾ യേശുവിൻ നാമത്തിൽ സ്തുതിക്കുമ്പോൾ ചില കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇന്ന് പകലിൽ ഇളകപ്പെടുക. പുറത്തു വന്ന് സന്തോഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കാരാഗ്രഹം ഒരുക്കി ശത്രു ഒതുക്കി കൂട്ടിയ സ്ഥാനത്ത് ചില അടിസ്ഥാനങ്ങൾ, കണ്ണുനീരിന്റെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുക, തകർച്ചയുടെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകിയ, രോഗമെന്ന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകിയ, നല്ലതൊന്നും പറയുവാനില്ലാതെ, നല്ലതൊന്നും കേൾക്കുവാനില്ലാതെ, നല്ലതൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനില്ലാതെ ഒതുക്കിക്കൂട്ടുന്ന ചില കാരാഗ്രഹ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് ശത്രു പണിതുയർത്തിയ ചില കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ മുറിപ്പെടുത്തുന്ന വാക്കുകൾ സമ്മാനിക്കുന്ന ചില കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങൾ നിലവിളിപ്പിക്കുന്ന മരണത്തിനായി ഏങ്ങുന്ന അനുഭവങ്ങളെ സമ്മാനിക്കുന്ന ചില കാരാഗ്രഹങ്ങൾ ഇന്ന് ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ പല ഭവനങ്ങൾക്കകത്തു നിന്ന് പൊളിഞ്ഞു മാറി യേശുവിൻ നാമത്തിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന, സന്തോഷം നഷ്ടപ്പെടുത്തുന്ന, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന ചില കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങൾ. താങ്ക് യു ലോർഡ്. സ്തുതിക്കുന്നവർ കരങ്ങളെ തട്ടി സ്തുതിച്ചാട്ടെ. രോഗമെന്ന കാരാഗ്രഹം ഇന്ന് പകലിൽ യേശുവിൻ നാമത്തിൽ നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന, നിന്റെ ശരീരത്തെ ദുർബലപ്പെടുത്തുന്ന, ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുവാനുള്ളത്, ഭർത്താവിന് വേണ്ടി ചെയ്യുവാനുള്ളത്, മക്കൾക്ക് വേണ്ടി ചെയ്യുവാനുള്ളത് ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ കാണുന്നവർക്ക് പറയുവാനുണ്ട്. ആരോഗ്യമുണ്ട്, നന്നായിരിക്കുന്നു, എന്നാൽ ഒന്ന് നിവർന്ന് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ സഹോദരി കുനിഞ്ഞ സ്ഥാനത്ത് നിന്ന് ഒന്ന് നിവർന്ന് സ്തോത്രം നടുവിന് കൈ കൊടുക്കാതെ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ നീ ഇതിനകത്ത് ഭാരത്തോടെ ആയിരിക്കുമ്പോൾ കേൾക്ക്, ഇന്ന് എന്റെ യേശു ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കി. യേശുവിൻ നാമത്തിൽ ആ രോഗമെന്ന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകിയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. തിരിച്ചറിയുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, നന്ദി കർത്താവേ. അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന കൃപയ്ക്കായി, പോരുകളെ തകർക്കുന്ന കൃപയ്ക്കായി, ശത്രുവിന്റെ പദ്ധതികളെ ശത്രുവിന്റെ ആലോചനകളെ നിർമൂലമാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നവർ ഹല്ലേലൂയ, നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് ഹല്ലേലൂയ, ആമേൻ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി യേശുവേ. ഒരുക്കപ്പെട്ട നല്ല സമയത്തിനായി പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, ആലയത്തിനകത്തായിരിക്കുന്നവർ, ഇനി വീക്ഷിക്കുവാൻ പോകുന്നവർ, നിങ്ങളെ ഓരോരുത്തരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്ന് നടക്കുന്ന വചന ധ്യാനത്തിനായി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം വായിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സങ്കീർത്തനം 103 അതിൻ്റെ 5-ാമത്തെ വാക്യം. സങ്കീർത്തനം 103 അതിൻ്റെ 5-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഒരുമിച്ച് പിന്നെയും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല പകൽക്കാലം, ഭക്തലക്ഷങ്ങൾ, ജനകോടികൾ
പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ നല്ല പകലിലും അപ്പോൾ ഞങ്ങൾക്കും അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുവാൻ അങ്ങ് അവസരം നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ തിരിച്ചറിയുന്നപ്പാ, ഞങ്ങൾ വന്നതല്ല, അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നതല്ല, അങ്ങ് ഞങ്ങളെ നിർത്തിയിരിക്കുന്നതാ. അങ്ങയുടെ നാമമഹത്വത്തിനായി, അങ്ങയുടെ കൊടിയടയാളമായി ഞങ്ങളെ അങ്ങ് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഈ വചനത്തിന് മുൻപിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. എഴുതപ്പെട്ട അതേ ആത്മാവിനാൽ വചനം ധ്യാനിക്കുവാനും എഴുതപ്പെട്ട ഭക്തന്റെ ജീവിതത്തിൽ സംഭവിച്ച വിടുതലുകളെ പ്രാപിച്ചു കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കങ്ങ് അവസരം നൽകിയാട്ടെ. ഓരോ വ്യക്തികളെയും, ഇതിനകത്തും ലൈവിലും വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിടുതലിനായി അവരെ അങ്ങ് ഒരുക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അടിയനും അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ശ്രേഷ്ഠതയുടെ കണക്കുകൾ പറയാനില്ലാതിരിക്കുമ്പോഴും അടിയനെയും അങ്ങ് കണ്ട കൃപയ്ക്കായി, അടിയനെയും അങ്ങ് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. 103-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം ഏറെ സുപരിചിതവും ഒത്തിരി ധ്യാനിച്ചിട്ടുള്ളതും ഒത്തിരി കാണാതെ ഹൃദയത്തിനകത്തുള്ള വചനങ്ങളിൽ ശ്രേഷ്ഠമേറിയതുമായ വചനം. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. വേണ്ട, നമുക്ക് ഒരുമിച്ച് ആ വാക്യം ഒന്ന് വായിക്കാം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഒരിക്കൽ കൂടി, എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ എൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. തിരിച്ചറിയുന്നവർക്കായി, വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും ഈ വചനവുമായി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന 2 ദൂത് നിങ്ങളുമായി പങ്കുവെച്ച് ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്ന്, സ്തോത്രം, നന്മ അഥവാ നല്ലത്. ഒരിക്കൽ കൂടി പറയട്ടെ, നന്മ അഥവാ നല്ലത് നിങ്ങൾക്ക് നൽകുന്ന ദൈവം. ആ നല്ലതിനെ തടഞ്ഞു വെച്ച ലോകത്തിന് മുൻപിൽ, ആ നല്ലതിനെ തടഞ്ഞു വെച്ച മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു ദൈവം, നല്ലത് നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ നല്ലത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യുക. നീ ആഗ്രഹിച്ച് നീ കാത്തിരിക്കുന്ന ആ നല്ലത്, അതെ, ആ നല്ല ജോലി, ആ നല്ല വരുമാന മാർഗം, ആ നല്ല കുടുംബ ജീവിതം, ഭാര്യ ഒന്നിച്ച്, ഭർത്താവ് ഒന്നിച്ച്, മക്കൾ ഒന്നിച്ച്, സന്തോഷം. ഓ താങ്ക് യു ലോർഡ്. പലരും കരയുന്നുണ്ട്, ഉള്ളം കൊണ്ട് പലരും കണ്ണുനീരോടെ നിരാശയോടെ ആയിരിക്കുന്നുണ്ട്. ഉണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, എന്നാൽ ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. അതെ, നല്ലത് നന്മയായി നിന്റെ ജീവിതത്തിൽ തന്ന്, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ നല്ല കുടുംബ ജീവിതം തന്ന് എന്റെ കർത്താവ് നിനക്ക് തൃപ്തി വരുത്തുവാൻ പോകുക. തൃപ്തിയില്ലാതെ അലയുന്ന സഹോദരി, സഹോദര, നല്ലത് തന്ന് നീ ലോകത്തിൽ പലരുടെയും ജീവിതത്തിൽ കണ്ടു കൊതിച്ച നല്ലത് കണ്ട് അങ്ങനെ ഒന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ഭർത്താവ്, അങ്ങനെ ഒരു ഭാര്യ, അങ്ങനെയുള്ള മക്കൾ, അങ്ങനെയുള്ള തൊഴിൽ, അങ്ങനെയുള്ള ആത്മീയ ജീവിതം, അങ്ങനെയുള്ള ശുശ്രൂഷ ജീവിതം, ശുശ്രൂഷക, അങ്ങനെയുള്ള ഒരു സഭ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് അതേ നീ കൊതിച്ച് പ്രാർത്ഥനാ മുറിക്കകത്ത് കരഞ്ഞ അതേ ആ കണ്ണുനീരിന് എന്റെ ദൈവം മറുപടി തരിക. ആ നല്ലത്, നീ കൊതിച്ച നല്ലത്, ലോകം തരാത്ത നല്ലത്, ലോകം തടഞ്ഞു വെച്ച നല്ലത്, നിന്റെ കൺമുമ്പിൽ കാട്ടി തന്നിട്ട് ലോകം കവർന്നു കൊണ്ടുപോയ നല്ലത് നിന്റെ ജീവിതത്തിൽ തന്ന് എന്റെ ദൈവം നിനക്ക് തൃപ്തി വരുത്തുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആ നല്ലത് നന്മയായി മാറുന്നത്, ആമേൻ, നിന്റെ ജീവിതത്തിൽ നന്മയായി മാറുന്നത്. ഒരു നിമിഷം പിൻപിലേക്ക് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കിയേ. നന്മ ചെയ്യേണ്ടവർ, നിങ്ങൾക്ക് നല്ലത് ചെയ്യേണ്ടവർ തിന്മ ചെയ്യുന്നു. ഓ സ്തോത്രം. ഏറ്റവും വലിയ വേദന അതാണ്. അവരൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷയമില്ല. ആമേൻ, സ്തോത്രം. മനുഷ്യർ ഒത്തിരി പേരുണ്ടല്ലോ, എല്ലാവരും എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞല്ല നമ്മൾ ആരും ജീവിക്കുന്നത്. പക്ഷേ നല്ലത് ചെയ്യേണ്ടവർ, നന്മ ചെയ്യേണ്ടവർ നന്മ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവർ മിണ്ടാതിരിക്കുന്നുമില്ല, അവർ തിന്മ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആമേൻ. നീ പ്രതീക്ഷിക്കാത്തത് അവരിൽ നിന്ന്, ചില വ്യക്തികളിൽ നിന്ന്, ഓ സ്തോത്ര, ഈ പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, നീ പ്രതീക്ഷിക്കാത്തത്, നീ വിശ്വസിച്ച ചില വ്യക്തികളിൽ നിന്ന് നിനക്ക് നേരിട്ടത് മുഖാന്തരം വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ കേൾക്ക്, ആ തിന്മയെ ദൈവം നന്മയാക്കി. ഓ ആമേൻ, ഹല്ലേലൂയ. നീ അനുഭവിച്ച ആ തിന്മയെ, നീ അനുഭവിക്കുന്ന ആ തിന്മയെ നിന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, നിന്റെ വേണ്ടപ്പെട്ടവരിൽ നിന്ന്, നീ ഏറെ വിശ്വസിച്ച, നീ ഏറെ സ്നേഹിച്ച, ഓ യെസ്, യേശുവിൻ നാമത്തിൽ, ആമേൻ, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീ ഏറെ വിശ്വസിച്ച, നീ ഏറെ സ്നേഹിച്ച, നീ ഏറെ ബഹുമാനിച്ച ചിലരിൽ നിന്ന്, ഓ
ആമേൻ, തിന്മയായത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വേദനപ്പെട്ടായിരിക്കുന്നുവോ? കേൾക്ക്, ദൈവം ആ തിന്മയെ നന്മയാക്കി മാറ്റുവാൻ പോകുക. രണ്ടാമതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിൽ നിന്ന് സംസാരിക്കുകയുണ്ടായി. ആ വാക്യത്തിന്റെ പ്രാരംഭം ഇങ്ങനെയാണ്. സ്തോത്രം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. എന്തിനാണ് ദൈവം നന്മ അഥവാ നല്ലത് ചെയ്യുന്നത്? കേൾക്കണമേ, എന്തിനാണ് ദൈവം ഭക്തന്റെ ജീവിതത്തിൽ നന്മ അഥവാ നല്ലത് ചെയ്യുന്നത്? ഒരു പുതുക്കമുണ്ടാകുവാൻ. ഓ താങ്ക് യു ലോർഡ്. പുതുകി വരത്തക്കവണ്ണം അഥവാ ഒരു പുതുക്കമുണ്ടാകുവാൻ. വല്ലാത്ത വേദനയാ, മടുത്തു തുടങ്ങിയിരിക്കുന്നു. ആമേൻ. നീണ്ട വർഷങ്ങളായി ഒരേ അവസ്ഥ, ആ പറഞ്ഞ് മടുത്ത അതേ അവസ്ഥ പലരുടെയും മുൻപിൽ ചെല്ലുമ്പോൾ ഇന്ന് എന്ത് പറയണം? ആമേൻ. ആവർത്തിച്ച് പറഞ്ഞത് മാത്രമേ വീണ്ടും പറയുവാനുള്ളൂ. പുതുതായൊന്നും പറയുവാനില്ല, നല്ലതൊന്നും പറയുവാനില്ല. ആമേൻ. പലരും പ്രതീക്ഷയോടെ ചോദിക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ ആ വ്യത്യാസമുണ്ടായോ? നിന്റെ ജീവിതത്തിൽ ആ മാറ്റമുണ്ടായോ? നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടായോ? നീ രാത്രികളിൽ സുഖമായി ഉറങ്ങുന്നുണ്ടോ? നിന്റെ പ്രശ്നങ്ങൾ മാറിപ്പോയോ? നീ സൗഖ്യമായോ? ആഗ്രഹമുണ്ട് അവരുടെ മുമ്പിൽ സന്തോഷത്തോടെ പറയണം, ഞാൻ സൗഖ്യമായി. ആഗ്രഹമുണ്ട് അവരുടെ മുമ്പിൽ സന്തോഷത്തോടെ പറയണം, ദൈവം എനിക്ക് നന്മ ചെയ്തു. ആഗ്രഹമുണ്ട് പലരുടെ മുമ്പിൽ സന്തോഷത്തോടെ പറയണം, ഞാൻ ആ നന്മ പ്രാപിച്ചു. ആഗ്രഹമുണ്ട് ഒത്തിരി പേരോട് വിളിച്ചു പറയണം, എനിക്ക് ആ നല്ല കാലം വന്നിരിക്കുന്നു, കണ്ണുനീരില്ലാതെ ഞാൻ ജീവിക്കുന്നുണ്ട്, സന്തോഷത്തോടെ ഞാൻ ആയിരിക്കുന്നുണ്ട്, രാത്രിയിൽ സുഖകരമായി ഉറങ്ങുന്നുണ്ട്. എന്നാൽ നല്ലത് പറയുവാനില്ലാതെ ആ പഴകി തേഞ്ഞ അനുഭവത്തിൽ നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതായി ഈ നല്ല പകലിൽ വിളിച്ചു പറയട്ടെ, പുതിയത് ചെയ്ത് നിന്റെ ജീവിതത്തെ എന്റെ ദൈവം പുതുതാക്കോ. യേശുവിൻ നാമത്തിൽ നന്മ കൊണ്ട് നിന്റെ ജീവിതത്തെ എന്റെ ദൈവം പുതിയതാക്കി തീർക്കും. ഓ ആമേൻ. ആ പഴകി പറഞ്ഞ് മടുപ്പുളവാക്കുന്ന കഥകൾക്ക് വിരാമമുണ്ടാകുക. നിന്നെ കരയിപ്പിക്കുന്ന ആ കണ്ണുനീരിന് വിരാമമാകുക. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ തലകുനിപ്പിക്കുന്ന അവസ്ഥയ്ക്ക് വിരാമമാകുക. നിന്റെ യൗവനം പുതുകി വരത്തക്കവണ്ണം. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നിന്റെ ജീവിതം പുതുതായി മാറുവാൻ തക്കവണ്ണം ഇന്നലകളിലും നിന്നെ കണ്ടവർ, കാണുന്നവർ, അറിയുന്നവർ പറഞ്ഞ് പരിഹസിക്കുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ തക്കവണ്ണം ഒരു പുതുക്കം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ. കരഞ്ഞ് കണ്ടവർ നിന്നെ ചിരിച്ചു കാണുവാൻ, വേദനയോടെ, നിരാശയോടെ, നിലവിളിയോടെ. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. പലപ്പോഴും സങ്കടം അതാണ്. ആമേൻ. ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് അവരുടെ അടുക്കൽ പോയിരിക്കും. ആർക്കെങ്കിലും വേണ്ടി നല്ല നാല് കാര്യം പറഞ്ഞു കൊടുക്കാം, അവരെ ഒന്ന് ചേർത്ത് നിർത്താമെന്ന് പറഞ്ഞു പോയിരിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ സങ്കടം കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ സങ്കടം അങ്ങ് തുറന്നു വെച്ച് പോകും. അപ്പോൾ അവർ വിചാരിക്കും, ഇത് എന്നെക്കാളും വലിയ സങ്കടവും ചുമന്നുകൊണ്ട് നടക്കുന്നതാണല്ലോ. ആമേൻ. ആ പഴകി തേഞ്ഞ അവസ്ഥയ്ക്ക് ഇന്ന് അറുതി വരുവാൻ പോകുക. വിഷമത്തോടെ നീ മടങ്ങുവാനിടയായ അവസ്ഥയ്ക്ക് ഇന്ന് എൻ്റെ യേശു അറുതി വരുത്തുവാൻ പോകുക. നല്ലത് ചെയ്ത്, നന്മ ചെയ്ത്, അതെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നല്ലത് ചെയ്ത്, നന്മ ചെയ്ത് എൻ്റെ ദൈവം നിനക്ക് തൃപ്തി വരുത്തും. അതെ, നിനക്ക് തൃപ്തി വരുത്തും. നിന്റെ അലച്ചിലിന് എൻ്റെ ദൈവം തൃപ്തി വരുത്തും. ആമേ. തൃപ്തി എന്താണ്? തൃപ്തി എന്ന വാക്കിന് അർത്ഥം അഥവാ മതി വരുവോളം. ആമേ. തൃപ്തി എന്ന വാക്കിന്റെ അർത്ഥം മതി വരുവോളം. ശ്രദ്ധിക്കണമേ, എപ്പോഴാണ് നമ്മൾ തൃപ്തരായി തീരുന്നത്? മതി വരുവോളം, വേണ്ടതോളം നമുക്ക് ലഭിക്കുമ്പോൾ. ഇതൊരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് വിശ്വാസഗോളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ചിലർ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ചിലർ പ്രസംഗിച്ചിട്ട് അവർ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചിലർ കളിയാക്കാറുണ്ട്, അവർ ദാരിദ്ര്യം പ്രസംഗിക്കുന്നു. ദാരിദ്ര്യം. ചിലരുടെ പ്രസംഗം കേൾക്കുമ്പോൾ, ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ പറയും, നിങ്ങൾ ദാരിദ്ര്യം പ്രസംഗിക്കുന്നവരാണ്. എന്നാൽ അവർ പറയും, ഒരിക്കലും അങ്ങനെയല്ല, ഞങ്ങൾ വചനമാണ് പ്രസംഗിക്കുന്നത്. അവർ പറയും, തിന്നുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ അത് മതി, ബൈബിൾ അതാണ് പറയുന്നത്. അവർ ദാരിദ്ര്യം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തും. ഇനി മറ്റൊരു കൂട്ടർ പറയും, എത്ര വേണമെങ്കിലും സമൃദ്ധിയായി നമുക്ക് തരുന്നവനാണ് ദൈവം. കേൾക്കണമേ, ഒരു വിഭാഗം പറയും, ആമേൻ, തിന്നുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ അത് മതി, അഥവാ ഇപ്പോൾ ജീവിക്കുന്നുണ്ടല്ലോ അത് മതി എന്ന് വെച്ച് ദൈവത്തെ സ്തുതിക്കുക. അവരെ നോക്കി നമ്മൾ പറയും, അവർ ദാരിദ്ര്യം പ്രസംഗിക്കുന്നു. എന്നാൽ അടുത്തൊരു വിഭാഗം പറയും, ഇതല്ല നീ ആഗ്രഹിക്കുന്നത്. നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിനക്ക് എന്തൊക്കെ വേണമെന്ന് നീ പ്രതീക്ഷിച്ചായിരിക്കുന്നുവോ അതൊക്കെയും സമൃദ്ധിയായി അഥവാ മതി വരുവോളം തരുന്നവനാണ് ദൈവം
ദൈവം അവരെ നോക്കി കുറെ ഈ പറഞ്ഞ കൂട്ടർ പരിഹസിക്കും. അവർ സമൃദ്ധി പ്രസംഗിക്കുന്നവരാണ്. എന്നാൽ അവർ പറയും ഇല്ല, ബൈബിൾ അതാണ് പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ സമൃദ്ധിയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായി കഴിയും. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. കേൾക്കണമേ, ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, അവന് സമൃദ്ധി ഉണ്ടാകും. ഈ വാക്യം അല്ലെങ്കിൽ ഈ വാക്കുകൾ വേറൊരു സ്തോത്രം ആ ഒരു ഭാഗത്ത് നിന്ന് ഉദ്ധരിച്ചതാണ്. കാരണം 13:11 വായിക്കുമ്പോൾ ഇതിന്റെ കോണ്ടസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 13:11 പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ വരം ലഭിച്ചവർക്ക് സമൃദ്ധി ഉണ്ടാകും. എന്താണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്? സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ വരം ലഭിച്ചവർക്ക് സമൃദ്ധി ഉണ്ടാകും. അതിലേക്ക് വരാം. തുടർന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ബൈബിളിൽ തന്നെ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു 4-ാം അധ്യായം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ വാക്യത്തിൽ, താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്ക് അറിയാം. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. അതിനർത്ഥം അപ്പോസ്തലനായ പൗലോസ് ഒട്ടും ശങ്ക കൂടാതെ പറയുന്നുണ്ട്, കഷ്ടതയുണ്ട്, ദുഃഖമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പീഡനമുണ്ട്. അതിനർത്ഥം എന്നും കഷ്ടതയെന്നല്ല, എന്നും പീഡനമെന്നല്ല, സമൃദ്ധിയുമുണ്ട്. നീ കഷ്ടത അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നീ കഷ്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നീ ദുഃഖിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, കേൾക്ക്, സമൃദ്ധിയുമുണ്ട്. ഓ താങ്ക് യു ലോർഡ്. ഭക്ത, നിനക്കൊരു സമൃദ്ധിയും എൻ്റെ ദൈവം കരുതി വച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും ദാരിദ്ര്യത്തിന് ഉദാഹരണമായി പൗലോസിനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്ന ഒരു കാര്യമാണ്. ഇവിടെ ആ വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ കഷ്ടതയിൽ ഇല്ലായ്മയിലായിരിക്കുവാനും എനിക്കറിയാം. ശ്രദ്ധിക്കണമേ. തുടർന്ന് പറയുന്നു, സമൃദ്ധിയിലായിരിക്കാനും എനിക്ക് അറിയാം. ആമേൻ. സമൃദ്ധി ആഗ്രഹിക്കുന്നവർ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം, ആ സമൃദ്ധിയിലായിരിക്കുവാൻ അറിയുന്നില്ല എങ്കിൽ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. ആമേൻ. നിങ്ങൾ സമൃദ്ധമായൊരു ജീവിതം, ഇന്നത്തെ അവസ്ഥ മാറുന്ന 4 പേർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം. 4 പേർ നിന്നെ നോക്കിയിട്ട് ഇവനെ ദൈവം അനുഗ്രഹിച്ചു, ഇവൻ്റെ ദൈവത്തെ എനിക്കും വേണമെന്ന് പറയുന്ന സമൃദ്ധമായൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ സമൃദ്ധിയിൽ ഇരിക്കുവാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇല്ല എങ്കിൽ ആ സമൃദ്ധി നിങ്ങളെയും കൊണ്ട് നിത്യ നരകത്തിലേക്ക് പോകും. ആമേൻ, ഹല്ലേലൂയ. അനേകർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതും വഴിതെറ്റി പോകുന്നതും പാപികളായി തീരുന്നതും ഇല്ലാത്തത് കൊണ്ടല്ല, പലതും ഉള്ളത് കൊണ്ടാണ്. ആമേൻ. പലതും സമൃദ്ധിയായി കിട്ടുമ്പോഴാണ് പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ അങ്ങനെയാണോ? സ്തോത്രം. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണോ? നമ്മൾ സമൃദ്ധിയിൽ ഇരിക്കുവാൻ പഠിച്ചിട്ടുള്ളവരാണോ? നമുക്ക് സമൃദ്ധിയിൽ ഇരിക്കുവാൻ അറിയാമോ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ കാര്യമാണ്. നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ച്, നിങ്ങൾക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എത്ര മണിക്കൂർ ദൈവസന്നിധിയിൽ ചിലവഴിക്കും? ആമേൻ. നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിക്കും, നിങ്ങൾ ഒരുപാട് സമയം കരയും, നിങ്ങൾ ഒരുപാട് സമയം നിലവിളിക്കും, നിങ്ങൾ ഉപവസിക്കും, ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം വലുതെങ്കിൽ നിങ്ങൾ ഒത്തിരി സമയം ദൈവവുമായി ചേർന്ന് നിൽക്കും. ഇനി ആ ആവശ്യം നിറവേറി കഴിഞ്ഞ് പഴയതിലും അധികം സമയം ദൈവവുമായി നിങ്ങൾക്ക് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധിയിൽ ഇരിക്കുവാൻ അറിയത്തില്ല. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് തരുന്നത് അല്ലെങ്കിൽ തരാമെന്ന് പറയുന്നത് അതുകൊണ്ട് ഓടുവാനല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ അധികമായി ഉറച്ചു നിൽക്കുവാനത്രേ, അധികം സമയം ചിലവഴിക്കുവാനത്രേ, അധികം കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനത്രേ, അധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനത്രേ. പലപ്പോഴും എന്നെ ഈ ശുശ്രൂഷ ജീവിതത്തിലായിരിക്കുമ്പോൾ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒത്തിരി ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നവരായി ഞങ്ങളുടെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ഒത്തിരി ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ മിഷണറി പ്രവർത്തനം ചെയ്യുന്ന ദൈവദാസന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആമേൻ. അവർ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് നോക്കിയേ. അവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ലതെന്ന് പറയുവാനൊന്നുമില്ല. ആമേൻ. ഒരു വീട് കാണത്തില്ല, വാഹനം കാണത്തില്ല, അവരുടെ മക്കളെ പഠിപ്പിക്കുവാൻ തന്നെ വല്ലാതെ ഞെരുങ്ങുന്നതായി
ഇല്ലാത്തതായിരിക്കും, ഒരുപക്ഷെ അവർ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്നവരായിരിക്കും. എന്നാലും അവരെന്താ ചെയ്യുന്നത്? അവരുടെ ജീവനെ അവർ യേശുവിന് വേണ്ടി നൽകുവാൻ തയ്യാറായി നിൽക്കുക. കേൾക്ക്, അവരുടെ ജീവനെ, അവർക്കൊന്നുമില്ല, വീടില്ല, വസ്തുവില്ല, അങ്ങനെയുള്ള ഒത്തിരി ദേവദാസന്മാരെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ചുറ്റുപാടുമുണ്ട്, ഒന്നുമില്ല. നമുക്ക് തന്നെ കണ്ടാൽ സങ്കടം വരും. മറ്റുള്ളവർക്ക് പരിഹസിക്കുവാൻ ഒരു കാരണമായി ജീവിക്കുന്ന ഒത്തിരി ദേവദാസന്മാർ, അവർ അവരുടെ ജീവിതത്തെ തന്നെ യേശുവിന് സമർപ്പിക്കുക. അവർ ഉപവസിക്കുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഓരോ ആഴ്ചകളിലും ഓരോ വീടുകളിലും ഓരോ ശുശ്രൂഷകർ താമസിക്കുന്നിടത്ത് നോട്ടീസുകൾ ഒട്ടിക്കും, നിങ്ങൾ വേഗത്തിൽ തിരിച്ചു പോവുക, ഇനി നിങ്ങളുടെ മതവും നിങ്ങളുടെ യേശുവിനെയും ഒന്നും ഈ ഗ്രാമത്തിന് ആവശ്യമില്ല, നിങ്ങൾ തിരിച്ചു പോയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തല്ലിക്കൊല്ലും, നിങ്ങളെ അല്ലെങ്കിൽ ഉപദ്രവിക്കും. സർക്കാർ തന്നെ സ്തോത്രം പത്ര നോട്ടീസുകൾ പുറപ്പെടുവിക്കും, നിങ്ങൾ പൊയ്ക്കൊള്ളണം, ഞങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയത്തില്ല. എങ്കിലും അവർ പോകത്തില്ല. എന്താണെന്നറിയാമോ? യേശുവിനോടുള്ള സ്നേഹം. ആമേൻ. യേശുവിനോടുള്ള സ്നേഹം. യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി കൊടുക്കണം, യേശുവിന് വേണ്ടി പലതും ചെയ്യണം. ഇവിടെ പലപ്പോഴും എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ദേവദാസന്മാർ ചുറ്റുമുള്ളപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്ത് കുടിക്കും, എന്ത് തിന്നുമെന്ന് ആലോചിച്ച് സങ്കടപ്പെടുവാൻ എൻ്റെ ദൈവം എനിക്ക് ഇട തന്നിട്ടില്ല. ആമേൻ. എനിക്ക് വേണ്ടത് തക്ക സമയത്ത് എൻ്റെ കർത്താവ് തരുന്നുണ്ട്, എല്ലാ നന്മകളും തരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ കരയുന്ന ഒരു കാര്യം, കർത്താവേ, ഒന്നുമില്ലാത്തവന് നിൽക്കുവാൻ കഴിയുന്നത് പോലെ പോലും എല്ലാം തന്നിട്ടും എനിക്ക് നിൽക്കുവാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് അവിധത്തിൽ അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് അങ്ങേക്ക് വേണ്ടി എൻ്റെ ജീവനെ തന്നെ നൽകുവാൻ കഴിയുന്നില്ലല്ലോ. അതേ പ്രിയരെ, അധികം കിട്ടിയവർ അധികം അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. സമൃദ്ധി നിലനിൽക്കണമെങ്കിൽ അത് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുക. അധികം കൂടുതലായി, ഉദാഹരണമായി പറയട്ടെ, 1 മണിക്കൂർ സ്തോത്രം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ വിഷയത്തിന് മറുപടി കിട്ടിയാൽ 2 മണിക്കൂർ ദൈവസന്നിധിയിൽ തുടർന്നും ഇരിക്കണം. ആമേൻ. കുറഞ്ഞു പോകുന്ന വിശ്വാസമല്ല നമുക്ക് ആവശ്യം, വർദ്ധിച്ചു വരുന്ന വിശ്വാസം അത്രേ. അപ്പോ തിരിച്ചറിയുക, സമൃദ്ധി ദൈവസന്നിധിയിൽ ചോദിക്കുന്നവർ ഒരു കാര്യത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. ഞാൻ സമൃദ്ധിയിലായാലും ഇരിക്കും കർത്താവേ. ആമേൻ. അടുത്ത് താഴ്ചയിലും ഇരിക്കാൻ പൗലോസ് അപ്പോസ്തലൻ അറിയാം. പൗലോസ് അപ്പോസ്തലൻ താഴ്ച വന്നപ്പോൾ കലിങ്ങിൽ പോയിരുന്നില്ല. ഹല്ലേലൂയ. വേറെ എവിടെയെങ്കിലും പോയിരുന്നില്ല, വേറെ ആരുടെയെങ്കിലും കൂടെ പോയില്ല, പള്ളിക്ക് കല്ലെറിഞ്ഞില്ല. ആമേൻ. യേശുവിനെ തള്ളി പറഞ്ഞില്ല, താഴ്ചയിലും യേശുവിൻ്റെ മകനായി തന്നെ ഇരുന്നു. ആമേൻ. നിനക്ക് അറിവുണ്ടെങ്കിൽ, നിനക്ക് സമൃദ്ധിയിലും താഴ്ചയിലും ഇരിക്കുവാനുള്ള അറിവുണ്ടെങ്കിൽ സമൃദ്ധി നിനക്കുള്ളതാണ്. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കി, ഇനി ഞാൻ വിട്ട ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു സമൃദ്ധിയെക്കുറിച്ച് പറഞ്ഞ കാര്യം 11-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു സമൃദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, അവിടെ അവർക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നു. കേൾക്കണമേ, ആരാണ് സമൃദ്ധി അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടെ എടുത്തു കൊടുക്കപ്പെടുന്നത്? ആമേൻ. സ്തോത്രം. ആമേൻ. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിഞ്ഞവർ. ശ്രദ്ധിക്കണമേ, ആരാണ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിഞ്ഞവർ എന്ന് വെച്ചാൽ, ദൈവരാജ്യത്തിന്റെ മർമ്മം എന്താണ്? നമുക്കൊരു രാജാവുണ്ട്. ശ്രദ്ധിക്കണമേ, നമുക്കൊരു രാജാവുണ്ട്. രാജാതിരാജാവും കർത്താവുമായവൻ നമുക്കുണ്ട്. അവന്റെ രാജ്യത്തിൽ അവൻ അനന്യനാണ്, അവൻ ശക്തനാണ്, അവൻ സർവശക്തനാണ്, അവന് കഴിയാത്തതൊന്നുമില്ല. എൻ്റെ ദൈവം അവന്റെ രാജ്യത്തിൽ ശക്തനാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം വരുവാൻ, സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിൽ നിറവേറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ആമേൻ. ദൈവരാജ്യത്തിന്റെ മർമ്മം അറിഞ്ഞവൻ സമൃദ്ധിയിൽ ജീവിക്കും. ഓ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ അറിയാം, അവന്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണോ? നിങ്ങളുടെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. വിളിച്ചു പറയും, എൻ്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ഞാൻ ഏതവസ്ഥയിലായിരുന്നാലും, ഞാൻ പൊടിയായി തീർന്നാലും, ആ പൊടിയിൽ നിന്ന് എന്നെ വീണ്ടും ഉരുവാക്കി എടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവം സർവശക്തനായ എനിക്കുണ്ട്. അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് തലമുറകളെ ഉൽപ്പാദിപ്പിച്ചു നൽകുവാൻ കഴിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ ദൈവം സർവശക്തനാണ്. എൻ്റെ ദൈവം സകലത്തിനും തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ദൈവത്തിന് കഴിയും, നീ വിശ്വസിക്കുന്ന ദൈവത്തിന് കഴിയും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന രാജ്യത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് കഴിയും. ഓ സ്തോത്രം. യേശുവിൻ നാമത്തിൽ മാതാവേ, പിതാവേ, നിന്റെ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് തലമുറകളെ ഉളവാക്കി നൽകിയ ദൈവം സർവശക്തനത്രേ. എൻ്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല.
ഹല്ലേലൂയ. അതാണ് ദൈവരാജ്യത്തിൻ്റെ മർമ്മം. ദൈവരാജ്യത്തിൻ്റെ മർമ്മം അതാണ്. എൻ്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. എൻ്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. നിങ്ങളുടെ ദൈവത്തിന് എന്തെങ്കിലും ഒരു കാര്യം കഴിയത്തില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങൾ ആ സമയം തിരിച്ചറിഞ്ഞുകൊള്ളും, നീ വിളിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്ന ദൈവത്തെ അല്ല. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവം അശക്തനല്ല. എൻ്റെ ദൈവം നരമൂടിയവനും വാർദ്ധക്യം ബാധിച്ച് കണ്ണുമങ്ങിയവനും കേൾവി നഷ്ടപ്പെട്ടവനുമല്ല. അവൻ മിസ്രയീമിന്റെ അടിമതുകങ്ങളെ തകർത്ത് നീട്ടിയ കരം കൊണ്ട് ബലമുള്ള ഭുജം കൊണ്ട് അവൻ ജനത്തെ വിടുവിക്കുവാൻ ശക്തനായവൻ. ഹല്ലേലൂയ. നിന്നെ വിടുവിക്കുവാൻ ശക്തനായ ദൈവം ആ അടിമ നുഖങ്ങളെ പൊട്ടിച്ച്, അധികാരികളുടെ നുഖങ്ങളെ പൊട്ടിച്ച്, നിന്റെ തലമുറകളുടെ മേൽ കയറ്റി വെച്ചിരിക്കുന്ന നുഖങ്ങളെ പൊട്ടിച്ച് വിടുവിക്കുവാൻ ശക്തനായൊരു ദൈവം. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. എൻ്റെ ദൈവത്തിന് മനസ്സുമുണ്ട് പ്രവർത്തിക്കുവാൻ ഭക്തന് വേണ്ടി. ഹല്ലേലൂയ. അവൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട്. നിന്റെ അവസ്ഥ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട്. എൻ്റെ ദൈവത്തിന് കഴിയും. നീ നായിരിക്കുന്ന കരഞ്ഞ് തളർന്ന ഈ അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ വിശ്വാസമാണ് ഇന്ന് ഈ സമയം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വരെയും ഞങ്ങളെ നിലനിർത്തിയത്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വരെയും ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നതും ഇനിയും ഞങ്ങളെ നിലനിർത്തുവാൻ പോകുന്നതും ആ വിശ്വാസമാണ്. ആമേൻ. ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് പോലെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒത്തിരി ദേവദാസന്മാരുടെ വേദന എൻ്റെ വേദനയാ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ആ വേദനയിലൂടെ കടന്നു പോയത് കൊണ്ടാണ്. ഞാൻ ആ വേദനയിലൂടെ കഷ്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ്. എൻ്റെ കുഞ്ഞിനൊരു ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കുവാൻ പോലും കഴിയാതെ ഇരുന്ന് കരയേണ്ടി വന്നിട്ടുള്ളത് കൊണ്ടാണ്. ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ പോലും ക്യാഷ് ഇല്ലാതെ രാത്രി മുഴുവൻ നിലവിളിക്കേണ്ടി വന്നിട്ടുള്ളത് കൊണ്ടാണ്. എന്നാൽ അവിടെ തളർന്നു പോകാതെ എന്നെ നിർത്തിയ ദൈവം ഇന്ന് കാണും പോലെ നിലനിർത്തുമാറാക്കിയ ദൈവം, ആ ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. നീ വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ദൈവസന്നിധിയിൽ നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്റെ അവസ്ഥ മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. നിന്റെ ഈ ജെരിങ്ങിയ ഈ ഇല്ലായ്മയുടെ അവസ്ഥ മാറ്റുവാൻ കഴിയും. മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനും പരിഹസിക്കുവാനും കാരണമായി തീർന്നിരിക്കുന്ന ഈ അവസ്ഥയെ മാറ്റുവാനായിട്ട് കഴിയും. ഒരിക്കൽ 1990കളുടെ തുടക്കത്തിൽ അമേരിക്കയിൽ ഒരു സാധാരണ ശുശ്രൂഷകന്റെ ഭവനത്തിൽ പെന്തക്കോസ് അനുഭവം തുടങ്ങിയ നാളുകളിലെ ഒരു സഭാ ശുശ്രൂഷകന്റെ മകളായി ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. ഒരു സാധാരണ ശുശ്രൂഷകന്റെ മകൾ അവൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിശ്വാസ ജീവിതം എന്തായിരിക്കും? എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരുടെ മാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദൈവ വിശ്വാസപരമായ കാര്യം ദാരിദ്ര്യമായിരിക്കും. ആമേൻ. സ്തോത്രം. അതെന്തുകൊണ്ട് ദൈവവിശ്വാസകരമായ കാര്യമെന്ന് പറയുവാൻ കാരണം ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ ആ ദാരിദ്ര്യത്തിൽ നിൽക്കുന്നത്. ആമേൻ. ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥ, ഒന്നുമില്ലായ്മയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. ആമേൻ. മറ്റുള്ളവർക്ക് പറയുവാനും പരിഹസിക്കുവാനുമുള്ള ഒരു ജീവിത സാഹചര്യം. ആ ഭവനത്തിൽ ആ കുഞ്ഞു വളർന്നു വന്നു. ആ കുഞ്ഞു വളർന്നു വന്നപ്പോൾ തൻ്റെ യൗവനത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആ കുഞ്ഞു തൻ്റെ പപ്പയോടും അമ്മയോടും പറഞ്ഞു, അതെ, എനിക്ക് ശുശ്രൂഷ ചെയ്യണം, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. ഞാൻ വിചാരിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനും ഭാഗ്യവതിയുമായ മാതാപിതാക്കൾ അവരായിരിക്കാം. അവരുടെ മകൾ അവരോട് പറയുന്നു, ശുശ്രൂഷ ചെയ്യണം, കർത്താവിൻ്റെ വേല ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിനെ കുറിച്ച് പറയുന്ന മക്കളുടെ അപ്പനും അമ്മയുമായി ഇരിക്കുവാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. അതിലും വലിയൊരു ഭാഗ്യമൊന്നും ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കിട്ടുവാൻ പോകുന്നില്ല. ആമേൻ. ഓ സ്തോത്രം. വിഷയത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ സ്തോത്രം, ആ പിതാവ് സ്തോത്രം തൻ്റെ കൂട്ട് ശുശ്രൂഷകന്മാരുമായിട്ടൊക്കെ കൂടി ആലോചിച്ചിട്ട് ഒരു സഭയിലെ പാസ്റ്ററെ ആ കുഞ്ഞിന് വേണ്ടി കണ്ടുപിടിച്ചു. ആ കുഞ്ഞിന് ആ സഭയെയും പാസ്റ്ററേയും അറിയാം. അവിടെ 5-8 പേരുണ്ട്. സ്തോത്രം. അവർ മാത്രമിരുന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലം. ആ കുഞ്ഞ് പറഞ്ഞു, അയ്യേ, എനിക്കിത് പറ്റത്തില്ല, എനിക്ക് ലോകം മുഴുവനും സുവിശേഷം അറിയിക്കണം. ഓ സ്തോത്രം. എനിക്കിങ്ങനെ ഈ 6 പേരുടെ മുമ്പിൽ വെച്ച് പ്രസംഗിച്ചാൽ പോരാ, 6 പേർ പങ്കെടുക്കുന്ന സഭയിൽ ഇരുന്നാൽ പോരാ, എനിക്ക് ലോകം മുഴുവനും സുവിശേഷം അറിയിക്കണം. എനിക്ക് ലോകം മുഴുവനും യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കണം. ആമേൻ. എനിക്ക് ഈ ഞെരുക്കത്തിലൂടെ കടന്നു പോകുവാൻ വയ്യ. ആമേൻ. സ്തോത്രം. ഞെരുക്കത്തിൽ ഇരിക്കുന്നവർക്കേ ഞെരുക്കത്തിൻ്റെ കഷ്ടപ്പാടറിയത്തുള്ളൂ. ആമേൻ. അവർക്കൊരു ആർത്തിയായിരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വന്നാൽ മതി. ഇല്ലാത്തവനെ വിശപ്പിൻ്റെ വില അറിയത്തുള്ളൂന്നേ. നല്ലതുപോലെ വിശന്നവനെ വിശപ്പിൻ്റെ വില അറിയത്തുള്ളൂ. അവനെ പിടിച്ചാൽ കിട്ടത്തില്ല. അവൻ്റെ ഒരേ ആർത്തിയായിരിക്കും, എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാനോ പട്ടിണി കിടന്നു, എൻ്റെ മക്കൾ പട്ടിണി കിടക്കരുത്, എൻ്റെ തലമുറ പട്ടിണി കിടക്കരുത്. ദേശത്തിൽ പട്ടിണി കിടക്കുന്നവരെ കണ്ടാൽ അവൻ ഉറക്കം
വരത്തില്ല. അവരുടെ പട്ടിണിയെ പോക്കണം, അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. ആ കുഞ്ഞ് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല, ആദ്യ സമയമാണ്, ശ്രദ്ധിക്കണമേ. ഇപ്പം പോലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തള്ളി പുറത്താക്കുന്ന ശുശ്രൂഷകരുള്ള കാലഘട്ടമാണ്. അപ്പൊ സഭയുടെ തുടക്കം, പെന്തക്കോസ്ത് സഭയുടെ തുടക്കം. ആ സമയത്ത് സ്തോത്രം, ആ കുഞ്ഞിന്റെ പിതാവും ഒപ്പമുള്ള ശുശ്രൂഷകന്മാരും പറഞ്ഞു, നീ എന്താണ് പറയുന്നത്? നീ പിശാചിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊന്നുമല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ, നേരത്തെ പറഞ്ഞതുപോലെ തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിൽ അത്ര മതിയെന്ന് വയ്ക്കുന്നതാണ് നിനക്ക് നല്ലത്. മാന്യമായിട്ട് അടങ്ങി ഒതുങ്ങി ആ മനുഷ്യനെ വിവാഹം കഴിച്ച് ശുശ്രൂഷ ചെയ്ത് കർത്താവിന് കൊള്ളാവുന്നവളായി കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിച്ച് ജീവിക്കുക. ആ കുഞ്ഞു പറഞ്ഞു, ഇല്ല, ഞാൻ ഇങ്ങനെയല്ല ബൈബിൾ വായിച്ചപ്പോൾ കണ്ടത്. ആ കുഞ്ഞ് വീട്ടിൽ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. പിന്നെയും പിന്നെയും ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നൽകിയ വിശുദ്ധ വേദപുസ്തകം ആ കുഞ്ഞിനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അതേ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും ആ കുഞ്ഞ് എല്ലാവരും കൂടിയിരുന്നതിന് മധ്യത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആരാധിക്കുന്ന യേശുവിനെ അല്ല നിങ്ങൾ ആരാധിക്കുന്നത്. ആമേൻ. എനിക്ക് നിങ്ങൾക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. എൻ്റെ യേശു ദാരിദ്ര്യത്തിന്റെ യേശുവല്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പ്രാർത്ഥനാ മുറിക്കകത്ത് നെടുനേരം കണ്ണുനീരോടെ ആയിരിക്കുമ്പോൾ ആ മകൾ പറഞ്ഞതാണ്, എന്നെ എൻ്റെ യേശു ഗലീല കടപ്പുറത്ത് കൊണ്ടുപോയി ഒരു മനുഷ്യൻ പരാജയത്തിന്റെ വല കഴുകി മടക്കുന്നത് അവൻ എനിക്ക് കാണിച്ചു തന്നു. ആ മനുഷ്യന് അന്ന് രാത്രി ചുട്ടതെന്ന് അവന്റെ അമ്മായിയമ്മയ്ക്ക് കൊടുക്കാനുള്ള 2 ഉണക്കമീൻ കൊടുത്ത് വിട്ടവനല്ല എൻ്റെ യേശു. വല നിറയുവോളം ആ റാഥാനെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ഉണക്കമീൻ കൊടുത്തുവിട്ട യേശുവിനെ കുറിച്ചല്ല ലൂക്കോസ് എന്ന സുവിശേഷകൻ വിളിച്ചു പറയുന്നത്. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. അവിടെ വല നിറഞ്ഞു, വല മുങ്ങുമാറായി. ആ വല പിടിച്ചു കയറ്റിയത് പത്രോസ് ഒറ്റയ്ക്കല്ല, കൂടെ ഉണ്ടായിരുന്നവരല്ല, ആ ദേശത്തുണ്ടായിരുന്ന എല്ലാവരും ഒരുമിച്ച് വലിച്ചു കയറ്റി. എന്ന് പറഞ്ഞാൽ സമൃദ്ധി കൊടുത്തവനാണ് എൻ്റെ യേശു. അവൾ പറഞ്ഞു, നിങ്ങളുടെ യേശുവും എൻ്റെ യേശുവും ഒന്നല്ലെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ യേശു 2 ഉണക്കമീൻ കൊടുത്ത് നീ നിന്റെ അമ്മായിയമ്മയ്ക്കും കൊടുത്ത്, അല്ലെങ്കിൽ പ്രശ്നമാകും. അമ്മായിയമ്മ ഒന്നാമതേ പനി പിടിച്ച് കിടക്കുക, അതിൻ്റെ കൂട്ടത്ത് മീനില്ലാതെ പോയി കഴിഞ്ഞാൽ മിക്കവാറും പത്രോസിന്റെ പണി വെളിയിലാകും. അങ്ങനെ നീ വെളിയിലാകണ്ടടാ, ഇന്നാ 2 മീനെന്ന് പറഞ്ഞ് അപ്പുറത്തിരുന്ന് അന്ത്രയോസിന്റെ വലയിൽ നിന്ന് എടുത്ത് കൊടുത്ത് വിട്ടവനല്ല യേശു. ഹല്ലേലൂയ. അവൻ വല നിറച്ചു കൊടുത്തു. യേശുവിൻ നാമത്തിൽ മതി വരുവോളം, മതി വരുവോളം, തൃപ്തിയാകുവോളം, തൃപ്തിയാകുവോളം, തൃപ്തിയാകുവോളം തരുന്നവനത്രേ. ഹല്ലേലൂയ. നോക്കൂ, അവൾ പിന്നെയും പറഞ്ഞു, എൻ്റെ യേശുപ്പൻ രോഗികളെ സൗഖ്യമാക്കി. 2 പേരെ സൗഖ്യമാക്കിയിട്ട് ഇന്നിനി എനിക്ക് പറ്റത്തില്ല, നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് അവൻ ദാരിദ്ര്യം പറഞ്ഞില്ല. അവസാനത്തെ ആളും സൗഖ്യമായി മടങ്ങുന്നത് വരെ അവരെ സൗഖ്യമാക്കി സൗഖ്യത്തിന്റെ സമൃദ്ധി വെളിപ്പെടുത്തിയ ഒരു യേശുവാ എൻ്റെ യേശു. അവൻ ദാരിദ്ര്യത്തിന്റെ യേശുവല്ല, അവൻ ഇല്ലായ്മയെ കുറിച്ച് പറയുന്ന യേശുവല്ല, അവൻ ഞെരുക്കത്തിന്റെ യേശുവല്ല, അവൻ സമൃദ്ധിയുടെ യേശു അത്ര. ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്ക്. എവിടെയെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ നിന്നിട്ട് യേശു പറഞ്ഞു, ഇന്ന് കൈ സുഖമാക്കാം, നാളെ കാല് സുഖമാക്കാം, അങ്ങനെ അല്പം അല്പം പറഞ്ഞു വിടുന്നവനല്ല യേശു. സമൃദ്ധി നൽകുന്നവനത്രേ. 3 ദിവസം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കും കേട്ട് മലമേലിരുന്ന വലിയൊരു ജനക്കൂട്ടം, ആമേൻ, അവർ യേശുവിന്റെ വാക്ക് കേട്ടിരുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, ഇവരെ പറഞ്ഞു, ആ സ്തോത്രം, ഹോട്ടലുകൾ ഉള്ളിടത്ത് വിടാം, അല്ലെങ്കിൽ അടുത്ത പട്ടണങ്ങളിലേക്ക് വിടാം, അവർ അവിടെ പോയി വല്ലതും തിന്നട്ടെ. അവരുടെ വാക്ക് കേട്ടവനല്ല യേശു. അവർ തിന്ന് തൃപ്തി പ്രാപിക്കും വരെ അവർക്ക് വിളമ്പുവാനുള്ളത് ശിഷ്യന്മാരുടെ കരങ്ങളിൽ കൊടുത്തവൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്നോടുള്ള ദൂത, ചിലർ നിന്നിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ തിന്ന് തൃപ്തരാകുന്നത് വരെ നിന്റെ കുടുംബം, നിന്റെ മക്കൾ, സഹോദര, നിന്റെ പ്രിയപ്പെട്ടവർ, ആവശ്യക്കാർ തിന്ന് തൃപ്തരാകുമോ? അതേ, തിന്ന് തൃപ്തരാകും വിധം വിളമ്പി കൊടുക്കുവാൻ എൻ്റെ യേശു നിന്റെ കയ്യിൽ തരിക. തളർന്ന ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ, അവർക്ക് തൃപ്തി വരും വിധത്തിൽ അവരെ ശക്തീകരിച്ച് എഴുന്നേൽപ്പിക്കുവാൻ യേശുവിൻ നാമത്തിൽ നിന്റെ കുട്ടകളെ യേശു നിറക്കിയ. സ്തോത്രം. ചിലർക്ക് വിശപ്പാറും വരെ, അല്ല, തിന്ന് തൃപ്തി പ്രാപിക്കും വരെ, തിന്ന് തൃപ്തി പ്രാപിക്കും വരെ. ആ കുഞ്ഞ് പറഞ്ഞു, എൻ്റെ ദൈവം ചെറിയ കാര്യങ്ങളുടെ ദൈവമല്ല, എൻ്റെ ദൈവം ചെറിയ കാര്യങ്ങളുടെ ദൈവമല്ല. ഇത് ഇത്രയും കേട്ടിട്ടും ചിലരുടെ ഉള്ളിൽ തോന്നിക്കാണും, ആ സ്തോത്രം, 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം, സഭ തുടങ്ങിയതേ ഉള്ളൂ, അവൾ ഒടുങ്ങിപ്പോയി കാണും. അവൾ ഒടുങ്ങിപ്പോയില്ല. അവളുടെ പേരാണ് കാതറിൻ ഗുൾമാൻ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവദാസന്മാരോട് ചോദിക്കുക. ലോകത്തിൽ ഇത്രയധികം ശുശ്രൂഷക എന്ന പേരിൽ അറിയപ്പെട്ട മറ്റൊരു സ്ത്രീയില്ല സഭാ ചരിത്രത്തിൽ. അവൾ ലോകത്തോട്
ലോകത്തോട് മുഴുവൻ സുവിശേഷം പറഞ്ഞു. അവൾ ലോകത്തോട് മുഴുവൻ സുവിശേഷം പറഞ്ഞു. ലോകത്തിൽ നിന്ന് സമൃദ്ധിയോടെ അവൾ ജീവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സമൃദ്ധി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവം ഞെരുക്കത്തിൻ്റെ ദൈവമല്ല, എൻ്റെ ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും പിന്നെയും ഒരു ചോദ്യം വരും, അപ്പോൾ ദൈവം എത്രത്തോളം തരും? ഹല്ലേലൂയ. എൻ്റെ ദൈവം എത്രത്തോളം തരും? നോക്കൂ, സങ്കീർത്തനം 81:10 വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിൽക്കട്ടെ, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, അതിനെ ഞാൻ നിറയ്ക്കും. ഹല്ലേലൂയ. ദൈവം എന്താ പറഞ്ഞത്? നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, അതിനെ ഞാൻ വിശാലതയിൽ നിറയ്ക്കും. ആമേൻ. ഓ സ്തോത്രം. എങ്ങനെ? അടുത്തുള്ളവൻ്റെ വാ നോക്കിയിട്ട് അത് എത്രത്തോളം. ആമേൻ. ഇന്നും പലരും അങ്ങനെയാ. അടുത്തുള്ളവൻ്റെ വായ് എത്ര നിറഞ്ഞു, അടുത്തുള്ളവൻ്റെ വായ് എത്ര തുറന്നു അല്ലെന്നേ. നിന്റെ വായ് ഒരു ഉറപ്പ് മാത്രം, മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം. എൻ്റെ ദൈവം നിന്റെ ദൈവമാണെങ്കിൽ നിന്റെ വായ് തുറക്കുന്ന അളവിൽ നിറച്ചു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ. എത്രത്തോളം നീ തുറക്കുമോ അത്രത്തോളം അതിനെ നിറച്ചു തരും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ നിന്റെ ആവശ്യത്തിനൊത്തവണ്ണം എന്നെ കേൾക്കുന്ന പ്രിയ സഭ, നിങ്ങളുടെ ആവശ്യത്തിനൊത്തവണ്ണം, നിങ്ങളുടെ ആവശ്യത്തിനൊത്തവണ്ണം എൻ്റെ ദൈവത്തിന്, അതേ ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുന്ന ദൈവത്തിന്. ഹല്ലേലൂയ. അവൻ തീർന്നില്ല. പുറപ്പാട് പുസ്തകം 16:16 വരുമ്പോൾ കുറച്ചുകൂടെ ഒരു വിശദീകരണം കാണുവാനായിട്ട് കഴിയും. കേൾക്കണമേ, ഓരോരുത്തന് ഭക്ഷിക്കാകുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവിൻ. ഓരോരുത്തന് ഭക്ഷിക്കാകുന്നിടത്തോളം. ഇനി ശ്രദ്ധിച്ചോ, ഒരു പറ തിന്നുന്നവൻ്റെ വയറിൻ്റെ അളവിൽ തരാമെന്നല്ല, ഒരു പിടി തിന്നുന്നവൻ്റെ വയറിൻ്റെ അളവിൽ തരാമെന്നുമല്ല, നിന്റെ വയറിൻ്റെ അളവിൽ തരാമെന്ന് പറഞ്ഞ കർത്താവ്. ആമേൻ. നിന്റെ ആവശ്യം എന്താണോ, നിന്റെ ആവശ്യം എന്താണോ, എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ആവശ്യം എന്താണോ, മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ മാറി നിൽക്കണ്ട. മിസ്രയീമിൽ നിന്ന് തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്ന് ഞാൻ അവർക്ക് ദൈവമായിരിക്കുമെന്ന് വിളിച്ചു പറഞ്ഞ അതേ ദൈവം, നീ ആയിരുന്ന അടിമതുകങ്ങളെ പൊട്ടിച്ച് ജാതീയ മാർഗത്തിൽ നിന്ന്, കർമ്മ പാപങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിനക്ക് തന്ന് നിനക്കായി രക്ഷയൊരുക്കി നിന്റെ ദൈവമായിരിക്കുന്നവൻ നിന്റെ ആവശ്യത്തിനൊത്തവണ്ണം, ഓ താങ്ക് യു ലോർഡ്, നിന്റെ ആവശ്യത്തിനൊത്തവണ്ണം തന്ന് അവൻ നിന്നെ നിറയ്ക്കും. ഹല്ലേലൂയ. ആമേൻ. കേൾക്കണമേ, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനൊത്തവണ്ണം തരുവാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം. നിങ്ങളുടെ ആവശ്യം എന്താണോ, എത്രത്തോളമാണോ നിങ്ങൾ ആവശ്യക്കാരിയായിരിക്കുന്നത്, അത് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഉൽപ്പത്തി പുസ്തകം 21:16 വാക്യം വായിക്കുമ്പോൾ ഈ സംഭവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏറെ സുപരിചിതമാണ്. എനിക്കേറെ ഇഷ്ടമുള്ള വേദപുസ്തക വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ആ സ്ത്രീ. അതുകൊണ്ട് തന്നെ ഞാൻ അവസരം കിട്ടുമ്പോഴെല്ലാം പ്രസംഗിക്കുന്ന ഒരു ഭാഗമാണ്. ആമേൻ. നിങ്ങൾക്കറിയാമല്ലോ, അമ്പിൻപാട് ദൂരത്ത് ചെന്നിരുന്നിട്ട് ആ സ്ത്രീ ഒരേ കരച്ചിൽ. ആമേൻ. എന്താണ്? മകൻ്റെ മരണം കാണരുത്. ആമേൻ. എനിക്ക് കാണാൻ വയ്യ, മകന്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് കണ്ണടച്ചിരുന്നായിരിക്കും കരഞ്ഞത്. മകന്റെ മരണം കാണാതിരിക്കണമെങ്കിൽ കണ്ണടച്ചിരുന്നായിരിക്കും കരഞ്ഞത്. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സ്തോത്രം. കുഞ്ഞ് വെള്ളം തീർന്ന് മരിക്കാനായിട്ട് കിടക്കുക. എവിടെയാണ് കിടക്കുന്നത്? ബേർഷേബ മരുഭൂമിയിൽ. ഒരു തുള്ളി വെള്ളം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ജീവൻ പിടിച്ചിടാൻ വേണ്ടി ഒരിറ്റു വെള്ളം കിട്ടിയാ രക്ഷപ്പെട്ടു, അല്ലേ? ഒരു നേരത്തെ വെള്ളം കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഒരു വായ് വെള്ളം കിട്ടിയാൽ ആ കുഞ്ഞു മരിക്കത്തില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഈ ഒരു വായ് വെള്ളത്തിന് വേണ്ടിയായിരിക്കും ആ സ്ത്രീ കരഞ്ഞതെന്ന്. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഒരു വായ കിട്ടിയിരുന്നെങ്കിൽ, നമ്മൾ പറയത്തില്ല, ഒരു വായ കിട്ടിയിരുന്നെങ്കിൽ, ഒരു നേരം കഴിഞ്ഞ് ആ അല്പം കിട്ടിയിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു അല്പം. ആ സ്ത്രീ കരഞ്ഞ അതിനൊന്നുമല്ല. ആമേൻ. ഒരു വായ് വെള്ളം കിട്ടിയിട്ട് എന്ത് ചെയ്യാം? 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും മരണം തന്നെയല്ല വരുന്നേ. ബേർഷേബ മരുഭൂമിയിൽ വേറെ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? അവർ മരുഭൂമിയിലായിരിക്കും, അവർക്ക് പോകാൻ വേറൊരു ഇടവുമില്ല. ബേർഷേബ മരുഭൂമിയിലാണ് അവർ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വായ് വെള്ളം കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് നമുക്ക് മനസ്സിലാവത്തില്ല, ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൾക്ക് ദൈവം ഉറവ തുറന്നു കൊടുത്തു. ഒരു വായ് വെള്ളം കൊടുത്തെന്നല്ല, അവൾക്ക് ദൈവം ഉറവ തുറന്നു കൊടുത്തു. അവളുടെ ആവശ്യം എൻ്റെ ദൈവത്തിനറിയാം. നിന്റെ ആവശ്യം ലോകത്തിന് മനസ്സിലാകത്തില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല, പക്ഷേ എൻ്റെ ദൈവത്തിനറിയാം. അവളുടെ ഹൃദയം തേങ്ങിക്കൊണ്ടേയിരുന്നു. ഞാൻ ഒറ്റയ്ക്കായി നിലവിളിച്ച് കണ്ണുനീരോടെ എൻ്റെ തലമുറയുടെ മരണം കാണണ്ട എന്ന് കരയുന്ന ഇതേ സ്ഥാനത്ത് ദൈവമേ, അവൻ വളരുവാൻ ഞങ്ങൾ
ഞങ്ങൾക്ക് നിലനിൽക്കുവാൻ വേണ്ടത് നീ തുറന്നു തരണമേ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം പറയുന്നു 19ാമത്തെ വാക്യത്തിൽ അതേ ഉറവ തുറന്നു വന്നു, ഉറവ തുറന്നു വന്നു, ഉറവ തുറന്നു വന്നു. ഒരു കവിൾ കൊടുത്തിട്ട് മാറി നിൽക്കുവാനല്ല, ഒരു കവിൾ വെള്ളം കൊടുത്ത്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. എന്നാ കുഞ്ഞെ, ഈ ഒരു കവിൾ വെള്ളം കുടിച്ചിട്ട് നീ മരിച്ചോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാനല്ല. വചനം പറയുന്നു 20ാമത്തെ വാക്യത്തിൽ ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ അവൻ ഒരു വില്ലാളിയായി തീർന്നു, അഥവാ അവൻ വളർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം തുറന്നു കൊടുത്തത് അവന് വളരുവാൻ വേണ്ടതാ. ആമേൻ. അവളുടെ ആവശ്യം അപ്പോഴെന്തായിരുന്നു? അവളുടെ ആവശ്യം എൻ്റെ തലമുറ വളരണം, എൻ്റെ തലമുറ വളരണം, എനിക്കുള്ളത് വളരണം. കരയുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. അവർ തളർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മാതാവേ കേൾക്ക്, നിന്റെ തലമുറ വളരുവാനുള്ളത് നീ ആയിരിക്കുന്ന സമാനമായ സാഹചര്യത്തിൽ മരണം മാത്രം മുൻപിലുണ്ടെന്ന് ചിന്തിച്ച് കരഞ്ഞ് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം ഉറവയായി തുറന്നു തരും. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഉറവ തുറന്നു. ഓ രാധാന ഷാഖാറാത്തനെ. വളരുവാനുള്ളത് ഒരു കവിൾ കുടിച്ച് ജീവിക്കുവാനുള്ളതല്ല, വളരുവാനുള്ളത്, വളരുവാനുള്ളത്. നിനക്ക് വളരുവാൻ വേണ്ടത് എൻ്റെ ദൈവം ഇന്ന് തുറന്നു തരും. നിന്റെ തലമുറകൾക്ക് വളരുവാൻ വേണ്ടത്, നിന്റെ കുടുംബം മുൻപോട്ട് പോകുവാൻ വേണ്ടത്, നിന്റെ കുടുംബ ജീവിതം നിന്റെ കുടുംബ ജീവിതം അനുഗ്രഹമായി തീരും. ചില കണ്ണുകൾ തുറക്കുക. മരണം കാണുമെന്ന് ഭയന്ന് അടച്ച ചില കണ്ണുകൾ, മരണം കാണണ്ട എന്ന് പറഞ്ഞ് അടച്ച ചില കണ്ണുകൾ ഇന്ന് തുറന്ന് ഉറവക. ഓ യെസ് യെസ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉറവ 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 തുറക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട് സഭയെ, നിന്റെ കണ്ണുകൊണ്ട് നിന്നെ വളർത്തുന്ന, നിന്റെ തലമുറകളെ വളർത്തുന്ന, നിന്റെ കുടുംബത്തെ വളർത്തുന്ന, നിന്നെ നിലനിർത്തുമാറാക്കുന്ന ആ ഉറവ തുറക്കു. ഓ യെസ്. ഓ യെസ്. യേശുവിൻ നാമത്തിൽ ചിലരുടെ കണ്ണുകൊണ്ട്, ചിലരുടെ കണ്ണുകൊണ്ട് തുറന്നു വരുന്ന ഉറവ കാണുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. നമ്മൾ പോലും പലപ്പോഴും ചിന്തിക്കും, ഹാഗർ ഒരു തുള്ളി വെള്ളത്തിനായിരിക്കും കരഞ്ഞത്, ഒരു കവിൾ വെള്ളത്തിനായിരിക്കും കരഞ്ഞത്, ഒരു തുരുത്തി വെള്ളത്തിനായിരിക്കും കരഞ്ഞത്. ഒരു തുരുത്തി കൊണ്ടും തീരത്തില്ല, ഒരു കവിൾ കൊണ്ടും തീരത്തില്ല. നിന്റെ ആവശ്യം എത്ര വലുതെന്ന് എൻ്റെ കർത്താവിന് അറിയാം. നിന്റെ കരച്ചിലിൻ്റെ കാരണം എത്ര വലുതെന്ന് എൻ്റെ കർത്താവിന് അറിയാം. അത് ലോകത്തിന് മനസ്സിലാകത്തില്ല, പക്ഷെ എൻ്റെ കർത്താവിന് അറിയാം. മാതാവേ, നീ എന്തുകൊണ്ടാണ് ഇത്രയും കരയുന്നതെന്ന്. സഹോദരി, നീ എന്തുകൊണ്ടാണ് ഇത്രയും കരയുന്നതുണ്ട്. സഹോദര, എന്തുകൊണ്ടാണ് നീ ഇത്രയും കരയുന്നതെന്ന്, എന്തുകൊണ്ടാണ് നിന്റെ കണ്ണുനീർ വറ്റാത്തതെന്ന് എൻ്റെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിസ്താരത്തിൽ തുറന്നാൽ. ആമേൻ. പ്രിയരെ, ഈ ലോകത്തിൽ ഒരു മനുഷ്യനല്ല നമ്മുടെ ദൈവം. ഈ ലോകത്തിൻ്റെ മനുഷ്യനോടൊരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ ട്രിം ചെയ്ത് പറയാനുള്ളത്. എന്താ? നമുക്ക് 100 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ 10 രൂപയുടെ ആവശ്യമെന്ന് പറയാനുള്ളത് ഈ ലോകത്തിലെ മനുഷ്യനോടാ. ദൈവത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ അങ്ങനെ പറയണ്ട. ആമേൻ. എൻ്റെ അപ്പൻ്റെ പക്കൽ സകലതുമുണ്ട്. ആമേൻ. എൻ്റെ അപ്പൻ്റെ പക്കൽ മക്കൾക്ക് തരുവാനുള്ളതെല്ലാം ഉണ്ട്. ദാസന്മാർക്ക് കിട്ടുന്നില്ലായിരിക്കാം, നിങ്ങൾ ദാസന്മാരെ നോക്കണ്ട, നിങ്ങൾ മക്കളാ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ മക്കൾക്ക് തരുവാനുള്ളത്, മക്കൾക്ക് തരുവാനുള്ളത്, മകളെ മകനെ എന്ന് വിളിച്ച് ആശ്വസിപ്പിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന അപ്പൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ആമേൻ. അത് ചോദിച്ചു വാങ്ങണം. മകനെന്ന സ്തോത്രം അധികാരത്തോടെ. നിങ്ങൾക്കതെങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് മുത്തിൻ്റെ കൂടെ ചോദിച്ചു നോക്കിയാൽ മതി. അവൻ എങ്ങനെയാണ് എൻ്റെ പേഴ്സിനകത്തിരിക്കുന്നതിനൊക്കെ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെന്ന് അവൻ പറഞ്ഞു തരും. ആമേൻ. എൻ്റെ പേഴ്സിനകത്തിരുന്നാൽ അതങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, ഞാൻ ചിലവാക്കത്തില്ല, പിശുക്കനാ. പക്ഷേ അവൻ എങ്ങനെ ചോദിച്ചു വാങ്ങണമെന്നറിയാം. ആമേൻ. കാരണം അവൻ്റെ അപ്പനായതുകൊണ്ട് ഞാൻ കൊടുക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പനായതുകൊണ്ട് തരും. ആമേൻ. നിങ്ങൾ പുറംപറമ്പിൽ കിടക്കുന്നവരല്ല, നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ അപ്പൻ്റെ മക്കളത്രേ. വായ് വിസ്താരത്തിൽ തുറക്കുക. അപ്പോൾ ഈ സമൃദ്ധിയിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഉൾക്കൊള്ളുക. ആമേൻ. ഈ സമൃദ്ധിയിൽ വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയണം. പലപ്പോഴും അതിന് കഴിയാതെ വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. സമൃദ്ധിയെ ഉൾക്കൊള്ളുവാൻ, സമൃദ്ധിയെ തിരിച്ചറിയുവാനായി നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. നോക്കൂ, ഒരു മനുഷ്യൻ
ഞെരുക്കത്തിലിരിക്കുകയാണ്. ഞെരുക്കത്തിൽ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഞെരുക്കത്തിൽ. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ പേര് ഏലിയാവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ മനുഷ്യൻ അനുഭവിച്ച ഞെരുക്കം കാക്കയുടെ കൊക്കും തോട്ടിലെ വെള്ളവും. ആമേൻ. എന്തൊക്കെ പറഞ്ഞാലും തോട്ടിലെ വെള്ളം തന്നെയാണ്. എന്നാൽ എൻ്റെ കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് 2 ദിവസം പട്ടിണി കിടന്ന് വെള്ളം കുടിച്ചു നോക്ക്, ഛർദ്ദിച്ച് മരിക്കും. ആമേൻ. വെള്ളമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ അതൊരു പരിധിയിൽ കൂടുതലായ കുടിക്കാൻ പറ്റത്തില്ല. ഈ കാക്ക കൊണ്ടു കൊടുക്കുന്ന ആഹാരമേ നല്ല വിശന്നിരിക്കുമ്പോൾ തിന്നും, ഏത് വെളിയിൽ കിടന്നാലും തിന്നും. പക്ഷെ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ നമ്മളോട് പറയും നാണമില്ലാത്തവൻ, കാക്കയുടെ ചുണ്ടിലിരുന്ന് തിന്നുകൊണ്ട് ജീവിക്കുന്നു, ഇത് ഇറങ്ങത്തുമില്ല, തുപ്പിക്കളയാൻ പറ്റത്തുമില്ല. അങ്ങനത്തെ ഞെരുക്കം അനുഭവിച്ചത് 1-2 ദിവസമല്ല, 6 മാസം ആ ഞെരുക്കം, കെരീത്തിലെ ഞെരുക്കം. ശ്രദ്ധിക്കണമേ, 6 മാസം കെരീത്തിലെ ഞെരുക്കത്തിൽ അവരായിരുന്നു. ഈ സമൂഹത്തിൽ, അതായത് നമ്മെ പോലെ വിശ്വാസികളായിരിക്കുന്ന സമൂഹത്തിൽ ഒരു വലിയ വിഭാഗമുണ്ട്. അവരുടെ പലരുടെയും ലക്ഷ്യം, അല്ലെങ്കിൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് കെരീത്ത് മതി. ശ്രദ്ധിക്കുക, ഞങ്ങൾക്ക് കെരീത്ത് മതി, ഞങ്ങൾ കെരീത്തിൽ അങ്ങ് ഇരുന്നോളാം. ഈ കെരീത്തിനൊരു കുഴപ്പമുണ്ട്, മീൻസ് ഞെരുക്കത്തിനൊരു കുഴപ്പമുണ്ട്. അത് എങ്ങനെ ഉള്ളതായിരുന്നാലും ഞെരുക്കം കുറേ കഴിയുമ്പോൾ തീരും. എന്ന് പറഞ്ഞാൽ ഞെരുക്കം മാറുമെന്നല്ല, ഞെരുങ്ങി കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ ഇല്ലാതായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചിട്ടില്ലേ? വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയുമ്പോൾ ബുദ്ധിയുള്ളവർക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ അത് തീരും. ഇതുപോലെ തന്നെയാണ് കെരീത്തിൽ ഞെരുക്കമാ. ഞാൻ വലിയ ഭക്തനാണ്, ഞാൻ അവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ കാക്കയും വരത്തില്ല. ആ ഏരിയയിൽ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കാക്കയുണ്ടായിരുന്നുള്ളൂ. ആ കാക്കയാണ് ഏലിയാവിൻ്റെ അടുത്ത് വന്നിട്ട് പോയത്. ആ കാക്ക ഒരു ദിവസം തിരിച്ചു പോയപ്പം പരുന്തുകളെല്ലാം കൂടെ വളഞ്ഞിട്ട് കൊത്തിക്കൊന്നു. ഏലിയാവ് പട്ടിണിയായില്ലേ? ആമേൻ. അപ്പോൾ ഈ ഞെരുക്കത്തിൽ അധികകാലം തുടരാൻ പറ്റത്തില്ല. നമ്മൾ ഞെരുക്കം മതിയെന്നൊക്കെ വിളിച്ച് പറയും, പക്ഷെ ഞെരുക്കത്തിൽ തുടർന്നാൽ കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മക്കൾ എഴുന്നേറ്റെന്ന് ചോദിക്കും, നീ ദൈവത്തിൻ്റെ പിന്നാലെ നടന്നിട്ട് എന്തുണ്ടാക്കി? നിന്റെ ദൈവം നിനക്ക് എന്ത് തന്നു? ഇന്നത്തെ മക്കൾ ചോദിക്കും. ഇന്നത്തെ മക്കൾ ചോദിക്കത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് പറ, ചോദിക്കും. നമ്മൾ എങ്ങനെ വളർത്തിയാലും അവർ ചോദിക്കും. അവർ ചോദിക്കുന്ന കഠിന വാക്ക് കേട്ടാൽ നമ്മൾ തന്നെ വിചാരിക്കും വല്ല സന്യാസ ജീവിതത്തിന് പോയാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ മക്കൾ ചോദിക്കും. നമ്മുടെ മക്കൾ അങ്ങനെ പരുഷ വാക്കുകൾ ചോദിക്കുന്നവരായി ഈ കാലഘട്ടത്തിൽ മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവെ നിന്നെ വിളിച്ച് നടന്നിട്ട് സ്വന്തം മക്കൾ ഇങ്ങനെ പറയുന്നത് കേൾപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറിപ്പോകും. ഞെരുക്കം ഒരു പരിധി കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരും. നോക്കൂ, ഇവിടെ തോട് പറ്റി കാക്കയുടെ വരവ് നിലച്ചു. പക്ഷേ ഈ ഭക്തൻ ഏലിയാവ് നമ്മളെപ്പോലെ ഒന്നുമല്ല കേട്ടോ. അവൻ ഞെരുക്കത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഞെരുക്കം മതി കർത്താവേ, ഒരു കാക്കവേ അടുത്തത് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നവനല്ല. അവൻ സമൃദ്ധിയുടെ ദൂത് കേട്ടാ ചാടി പിടിക്കുന്നവനാ. അവൻ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ സമൃദ്ധിയുടെ ഒരു ദൂത് കേൾക്കുക. എന്താ? മഴ പെയ്യുന്ന കാലം വരെ മാവ് തീരാത്തൊരു കലവും എണ്ണ വറ്റാത്തൊരു തുരുത്തിയും. പട്ടിണി കിടക്കുന്നവൻ കേൾക്കുക, എനിക്കും നിനക്കും ഒരുപക്ഷെ പുച്ഛമായിരിക്കും, ഞാൻ നീയും അനുഭവിക്കുന്ന കഷ്ടതയിൽ നല്ലൊരു ദൂത് കേൾക്കുമ്പോൾ, നല്ലൊരു ആലോചന കേൾക്കുമ്പോൾ പുച്ഛമായിരിക്കും. എന്നാൽ കേൾക്ക്, ഏലിയാവിനെ പോലെ നീ ദൂത് ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ടോ? നിന്റെ ഞെരുക്കം മാറുക, നിന്റെ വിശാലത യേശുവിൻ നാമത്തിൽ ഞെരുങ്ങി ആയിരിക്കുന്ന അനുഭവം മാറുവാൻ നിന്റെ ഭവനത്തിനകത്ത് ആ വിശാലത വെളിപ്പെടുവാൻ യേശുവിൻ നാമത്തിൽ തൊഴിലിടത്തിൽ ആ വിശാലത വെളിപ്പെടുക. ഉറവകളിൽ വിശാൽ യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സഹോദരി, പുതിയ ഭവനങ്ങൾ പണിയുവാൻ പോകുക, എക്സ്റ്റെൻഡ് ചെയ്യുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ വാഹനങ്ങൾ വാങ്ങുവാൻ പോകുക. അവൻ ഒരുപക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ ഇറിറ്റേഷനായിട്ട് തോന്നും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം തൻ്റെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് തിരിച്ചറിയുക. നമ്മൾ അപ്പൻ്റെ മക്കളാണെങ്കിൽ അതിനൊത്തവണ്ണം ചിന്തിക്കുക. നോക്കിയേ, ഏലിയാവ് ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ, ഏലിയാവിൻ്റെ അവസ്ഥ 6 മാസമായി കാണുന്ന ഒരുത്തനോട് ഈ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ, ഏലിയാവ് നിങ്ങളിൽ ഒരാളാണ് എന്നോട് പറഞ്ഞാൽ ഞാൻ എന്ത് പറയും? ഏലിയാവെ, തോട്ടിലെ വെള്ളം കുടിച്ച് നിന്റെ തലയ്ക്കകത്ത് വൈറസ് കയറി നിന്റെ തലച്ചോറ് മൊത്തം തിന്നോണ്ട് പോയി. ആമേൻ. എടാ, ഒരു ദൈവത്തിൻ്റെ വാക്കം കേട്ട് ഇറങ്ങിയിട്ട് കാക്ക കൊണ്ടുവരുന്നതും തന്നിട്ടിരുന്ന ദൈവം നിനക്ക് ഒരിക്കലും പറ്റാത്ത പാത്രം തരാമെന്ന് പറഞ്ഞപ്പോൾ അത് നീ വിശ്വസിച്ചല്ലോ മണ്ട എന്ന് ചോദിക്കും. പക്ഷേ ഏലിയാവ് പറയും, ദൈവം എന്ത് തന്നാലും അവൻ്റെ വാക്കിൽ എനിക്ക് വിശ്വാസമാ, അത് സമൃദ്ധിയിലേക്ക് എത്തുമോ. യേശുവിൻ നാമത്തിൽ ദൈവം എന്ത് തന്നു, ഇന്ന് വരെ എന്ത് തന്നു, അതല്ല നീ വിശ്വസിക്കേണ്ടത്. ദൈവം നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. സ്തോത്രം. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവരുടെ സ്ഥാനത്ത് നിന്ന് എല്ലാവരും തിരിഞ്ഞു നോക്കുന്ന അനുഭവത്തിൽ എൻ്റെ ദൈവം നിന്നെ കൊണ്ടുവരും. ആരും കൂടെ നിൽക്കുവാനില്ലാത്ത
കഴിയാത്ത അവസ്ഥയിൽ നിന്ന് എല്ലാവരും കൂടെ നിൽക്കുവാനുള്ള അവസ്ഥയിലേക്ക് എൻ്റെ യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകളെ ദൈവം കൊണ്ടുവരും. നിന്നയായി തീർന്ന തലമുറകളെ, പരിഹാസമായി തീർന്ന തലമുറകളെ, അങ്ങും ഇങ്ങും എത്താതെ പെട്ടുപോയ തലമുറകളെ അവൻ കൊണ്ടുവന്ന് സകലരും തിരിഞ്ഞു നോക്കുക യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. അവൻ വിശാലമാകുന്നേ. വിശ്വസിച്ചാൽ വിശാലമാകും. വരുമാന മേഖല വിശാലമാകും. അവൻ ആത്മീയ ജീവിതം വിശാലമാകും. സഭ വിശാലമാകും. ശുശ്രൂഷ വിശാലമാകും. വിശ്വസിക്കുന്നതിൻ്റെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കും. ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചേ, ഈ തൃപ്തി എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. തൃപ്തി അഥവാ സമൃദ്ധി, മതി വരുവോളം എന്ന അവസ്ഥ. ഇതേ തുടർന്നുണ്ടാകുന്ന ഒരു കാര്യമാണ് ശേഷിപ്പ്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ചിന്തിച്ചേ, തൃപ്തിയെ തുടർന്നുണ്ടാകുന്ന കാര്യമാണ് ശേഷിപ്പ്. എന്താ? തൃപ്തിയെ തുടർന്നുണ്ടാകും, ശേഷിപ്പുണ്ടാകും. എനിക്കൊരു ശേഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവത്തോട് വിളിച്ച് പറ, അപ്പാ എനിക്കൊരു ശേഷിപ്പ് തരയണമേ. ആമേൻ. എനിക്കൊരു ശേഷിപ്പ് തരയണമേ. ആമേൻ. എനിക്കൊരു ശേഷിപ്പ് തരയണമേ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നോക്കിയേ, എന്താ ശേഷിപ്പ്? നമ്മൾ എന്തിനാ ആഹാരം കഴിക്കുന്നേ? വിശപ്പ് മാറാനും ആരോഗ്യം കിട്ടാനും, വിശപ്പ് തീർന്ന് സന്തോഷമായിട്ടിരിക്കാനും. സ്തോത്രം. എന്നാൽ വയറുവീക്ക തിന്നാലും സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇതിനകത്തൊരു പക്ഷേ കാണും. പുറത്ത് നോക്കിയേ, വയറ് വീക്ക കാണും തിന്നാൻ. 4 അല്ല 5 നേരം തിന്നാലും തീരാത്തത് കലത്തിനകത്ത് കാണും, ഫ്രിഡ്ജുകൾക്കകത്ത് കാണും, പാത്രങ്ങളിൽ കാണും. പക്ഷേ തിന്നാലും സമാധാനമില്ല, സ്വസ്ഥതയില്ല. അർത്ഥം ശേഷിപ്പില്ല. തിന്നു, ശേഷിപ്പില്ല. അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നില്ല. വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷേ ദാഹം തീരുന്നില്ല. എന്തുണ്ടെങ്കിലും അതിനൊരു ശേഷിപ്പുണ്ടാകുന്നില്ല. എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ട്. വീടുണ്ട്, പക്ഷെ സന്തോഷമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ആമേൻ. മക്കളുണ്ട്, പക്ഷേ മക്കളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. ഭാര്യയുണ്ട്, സന്തോഷമില്ല. ഭർത്താവുണ്ട്, സന്തോഷമില്ല. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇല്ല എന്ന് പറയുവാൻ ചുരുക്കം ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലില്ലാത്ത, ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആമേൻ. ഇല്ല എന്ന് പറയുവാൻ 1 or 2 കാര്യം കാണത്തില്ല, ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. ഉള്ളതെല്ലാം ഒന്ന് എഴുതി നോക്ക്. ഇല്ല എന്ന് പറയുന്നതിനെ കുറിച്ച് എഴുതുവാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നും. ആമേൻ. നിങ്ങൾക്ക് ദൈവം തന്നതെല്ലാം ഒരു സൈഡിൽ ഇങ്ങനെ എഴുതി തീർന്നാൽ അപ്പുറത്തെ സൈഡിൽ ദൈവം തന്നില്ല എന്ന് പറയുന്നതിനെ കുറിച്ച് എഴുതാൻ തന്നതിൻ്റെ വലിപ്പം കാണുമ്പോൾ ലജ്ജ തോന്നി. അയ്യോ കർത്താവേ, ഇത്രയും കിട്ടിയ ഞാനാണോ ഈ തന്നില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന്. ആമേൻ. പക്ഷെ നമ്മളെ കൊണ്ട് പിശാച് എഴുതിപ്പിക്കത്തില്ല. നോക്കിയേ, അപ്പോൾ ഈ തൃപ്തി എപ്പോഴാണ് ശേഷിപ്പായി മാറുന്നത്? ദൈവസന്നിധിയിലാണ് ദൈവം തരുന്ന തൃപ്തി ശേഷിപ്പായി മാറുന്നത്. കേൾക്കണമേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം തരുന്ന സമൃദ്ധി ശേഷിപ്പായി മാറും. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യൻ അത് തിരിച്ചറിയുകയാണ്. അവന് സുബോധം ഉണ്ടായി. അപ്പോഴേ തിരിച്ചറിയത്തുള്ളൂ. ആമേൻ. എൻ്റെ അപ്പൻ്റെ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. എവിടെയാ? അപ്പൻ്റെ ഭവനത്തിനകത്ത് ശേഷിപ്പുണ്ട്. ഒരു മനുഷ്യൻ തിരിച്ചറിയുകയാണ്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിനകത്ത് ശേഷിപ്പുണ്ട്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ മനുഷ്യൻ, അതായത് ഈ ശേഷിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മകൻ ചുമന്നുകൊണ്ട് പോയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൻ്റെ വീട്ടിനകത്ത് എന്തുണ്ടായിരുന്നോ അതെല്ലാം ചുമന്നുകൊണ്ട് ഈ മനുഷ്യൻ ലോകത്തിലേക്ക് പോയതാ. കേൾക്ക്, ശേഷിപ്പുള്ള അപ്പൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ നേർപകുതി ചുമന്നുകൊണ്ട് ലോകത്തിലേക്ക് പോയവൻ. ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, എൻ്റെ കയ്യിലുണ്ടായിരുന്നത് മുഴുവനും അപ്പൻ്റെ സാന്നിധ്യമില്ലാത്തടത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോയി, അഥവാ ശേഷിച്ചില്ല. എന്നാൽ അപ്പൻ്റെ ഭവനത്തിലുണ്ടായിരുന്നതിൽ ശേഷിപ്പിപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ ദൈവം നിനക്ക് തരുന്നതിന് ശേഷിപ്പുണ്ടാകും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൂട്ട കെട്ടി ഓടുന്നതിന് മുമ്പ് തിരിച്ചറിയുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ദൈവം നിനക്ക് തരുന്നതിനോടൊപ്പം നീ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമെങ്കിൽ അതിലൊരു ശേഷിപ്പുണ്ടാകും. തലമുറകളുടെ ജീവിതത്തിലൊരു ശേഷിപ്പുണ്ടാകും. ഭർത്താവിനൊരു ശേഷിപ്പുണ്ടാകും. ഭാര്യയിലൊരു ശേഷിപ്പുണ്ടാകും. കുടുംബജീവിതത്തിലൊരു ശേഷിപ്പുണ്ടാകും. നാളത്തേക്കെന്ന് സ്വപ്നം കാണുവാനും ചിന്തിക്കുവാനും പറയുവാൻ കഴിയുന്നത് നിന്റെ അധ്വാന ഫലത്തിൽ ഒരു ശേഷിപ്പുണ്ടാകും. അതേ, നിന്റെ അക്കൗണ്ടിൽ ശേഷിപ്പുണ്ടാകും. നിന്റെ പേഴ്സിൽ ശേഷിപ്പുണ്ടാകും. അപ്പൻ്റെ സന്നിധിയിൽ അഥവാ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. അനേകർ നഷ്ടപ്പെട്ടവരായി മാറുന്നു. എല്ലാം ഉള്ളവർ നഷ്ടപ്പെട്ടവരായി മാറുന്നു. അവർ പറയുന്ന കാര്യമുണ്ട്, ദൈവം തന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം തന്നത് ഇരിക്കുവാനുള്ള സ്ഥലം ദൈവത്തിൻ്റെ സന്നിധിയാണ്.
ആമേൻ. നമുക്ക് സന്തോഷമായിട്ട് പറയുവാൻ കഴിയുമോ, എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് ദൈവമാണ് തന്നത്. ദൈവമാണ് തന്നതെങ്കിൽ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ ഇരിക്കണം. എൻ്റെ ഭാര്യയെ തന്നത് ദൈവമാണ്, ഭാര്യ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കണം. ഭാര്യ മാത്രമല്ല, ഭർത്താവിനെ തന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കണം. ഞങ്ങൾക്ക് നന്മ തന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കണം. അതെ, അപ്പൻ്റെ ഭവനത്തിലുള്ളത് പുറത്തു പോയപ്പോൾ, ആമേൻ, അപ്പൻ്റെ ഭവനത്തിനകത്ത് ശേഷിച്ചു കൊണ്ടിരുന്നത് പുറത്തു പോയപ്പോൾ നശിച്ചു പോയി. ഹല്ലേലൂയ. ദൈവം എത്ര വേണമെങ്കിലും തരും, ദൈവം സമൃദ്ധി തരും. ഇതാ നേരത്തെ പറഞ്ഞത്, സമൃദ്ധിയിൽ ഇരിക്കുവാൻ പഠിക്കണം. ആമേൻ. സമൃദ്ധിയിൽ ഇരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നശിച്ചു പോകും. പലരും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നെട്ടോട്ടമാണ്. ആമേൻ. എന്തെങ്കിലും കിട്ടിയാൽ അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. തന്ന ദൈവവുമില്ല, ദൈവത്തിൻ്റെ ആലോചനയുമില്ല, നമ്മൾ ദൈവത്തെ സ്നേഹിച്ച വിധങ്ങളുമില്ല, ഒന്നുമില്ല. ആമേൻ. ലോകത്തെ ഔവിധത്തിൽ പിശാച് ട്യൂൺ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. നോക്കിയേ, ആ മകൻ 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പൻ്റെ ഭവനത്തിനകത്ത് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അവിടെ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു അങ്കിയുണ്ട്, അർത്ഥം അവിടെ നഗ്നതയില്ല. ഇവൻ അവിടെ പുറത്തു പോയി നഗ്നനാക്കപ്പെട്ടവനാണ്, അഥവാ അവൻ നിന്ദിക്കപ്പെട്ടവനാണ്, അവൻ അപമാനിക്കപ്പെട്ടവനാണ്, അവൻ തലകുനിക്കപ്പെട്ടവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് നീ പുറത്തു പോയി തലകുനിച്ചായിരിക്കുന്നുവോ, നീ അപ്പൻ്റെ സന്നിധിയിലേക്ക് തിരികെ വാ. നിന്റെ നഗ്നതയ്ക്ക്, നിന്റെ അപമാനത്തിന്, നിന്റെ നിന്ദയ്ക്ക്, നിന്റെ ലജ്ജയ്ക്ക് എന്റെ ദൈവം പരിഹാരം വരുത്തും. അവൻ വേൽത്തരമായ അങ്കി കൊണ്ട് ഇന്നലകളിൽ നിന്ദിക്കപ്പെട്ടവളായി, ഇന്നലകളിൽ അപമാനിക്കപ്പെട്ടവളായി, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് മറുപടി പറയുവാൻ കഴിയാതെ പലർക്കും പറഞ്ഞു ചിരിക്കുവാനുള്ള പരിഹാസ വിഷയമായി, ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞ പരിഹാസികളുടെ നാവിലെ പാട്ടായി, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, പരിഹാസികളുടെ നാവിലെ പാട്ടായി മാറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആ വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു, ദൈവമുള്ള സ്ഥാനത്ത് മേൽത്തരമായതുണ്ട്, മീൻസ് ശ്രേഷ്ഠമേറിയത് കൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ തൃപ്തി ഉണ്ടാകും. ദൈവസന്നിധിയിൽ നീ പ്രാപിക്കുന്നതിനൊക്കെ ശ്രേഷ്ഠതയുണ്ട്. ആമേൻ. ദൈവസന്നിധിയിൽ ദാവീദ് പ്രാപിച്ച രാജ്യത്വം ഇസ്രായേലിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവസന്നിധിയിൽ മോശ പ്രാപിച്ച സ്തോത്രം, ആ വീണ്ടെടുപ്പുകാരൻ എന്ന പദവി ഇസ്രായേലിൽ ലോക ചരിത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയത്. യോസേഫ് ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുത്ത ആ മന്ത്രി പദവി, ശ്രേഷ്ഠ മന്ത്രിയുടെ പദവി, അതുപോലൊരു പദവി മറ്റാർക്കും മറ്റൊരു രാജ്യത്ത് അനുഗ്രഹീതമായി അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവമുള്ള ദൈവസന്നിധിയിൽ നിന്ന് യെശയ്യാ പ്രവാചകൻ ശ്രേഷ്ഠ പ്രവാചകനായി മാറി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശ്രേഷ്ഠത ഉണ്ടാകും. ദൈവമുള്ള നീ ശ്രേഷ്ഠനായി മാറും. ദൈവമുള്ള നിന്റെ തൊഴിൽ മേഖലയിൽ ശ്രേഷ്ഠത ഉണ്ടാകും. ദൈവമുള്ള നിന്റെ കുടുംബ ജീവിതത്തിൽ ശ്രേഷ്ഠത ഉണ്ടാകും. ദൈവമുള്ള നിന്റെ ജീവിതത്തെ നോക്കി മറ്റുള്ളവർ അഭിമാനത്തോടെ അന്തസ്സോടെ പറയും, ആമേൻ, നീ ശ്രേഷ്ഠനായി മാറുന്നത് ലോകത്തിലല്ല, ദൈവസന്നിധിയിലത്രേ. ലോകത്തിൽ ഉള്ളതിനെല്ലാം അവർ പിടിച്ചെടുക്കും, നിന്നെ തലകുനിപ്പിക്കും, നിന്നെ അപമാനിക്കും. ആമേൻ. ഹല്ലേലൂയ. ശ്രേഷ്ഠത നിന്റെ ജീവിതത്തിൽ നൽകുന്നത് ദൈവത്തിന്റെ സന്നിധി അത്രേ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക. പിന്നെയും രേഖപ്പെടുത്തിയിരിക്കുന്നു, വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, അവൻ മോതിരം ഇട്ടുകൊടുത്ത് അവനെ സ്വീകരിച്ചു, അഥവാ അധികാരം. ദൈവസന്നിധിയിൽ നീ യാചകനല്ല. ലോകം നിന്നെ വിളിക്കുന്നത് യാചകനാക്കുവാൻ, അവരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുവാൻ വേണ്ടിയാ. രാവിലെ വിളിക്കുമ്പോൾ പറയും വൈകുന്നേരം വിളിക്കുക, വൈകുന്നേരം വിളിക്കുമ്പോൾ പറയും നാളെ വിളിക്കുക, നാളെ വിളിക്കുമ്പോൾ പറയും രാത്രി ആവട്ടെ, ഞാൻ നോക്കട്ടെ, ആലോചിക്കട്ടെ. ലോകം വിളിക്കുന്നത് ഇതിനു വേണ്ടിയാ. എന്നാൽ എൻ്റെ ദൈവം വിളിക്കുന്നത് മകനെന്ന അധികാരം തരും. ഓ റാധാന ഷക, യേശുവിൻ നാമത്തിൽ കൈകെട്ടി തലകുനിച്ച് നിൽക്കുവാനല്ല, അധികാരം തരുവാനാ. അധികാരം, മകനെന്ന മകളെന്ന അധികാരം. അതേ, ആ അധികാരം ഇന്ന് പകൽ ചിലരുടെ മേൽ പകരപ്പെടുക. ചില വ്യക്തികളുടെ മേൽ അധികാരം, ദുഷ്ട മനുഷ്യരുടെ മേൽ അധികാരം, നിന്റെ തലമുറകളെ തകർക്കുന്ന പിശാചിന് മേൽ അധികാരം, ദേശത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ പ്രാർത്ഥിച്ച യേശുവിൻ നാമത്തിൽ അധികാരം വെളിപ്പെടുക. യേശുവിൻ നാമത്തിൽ ചിലതിന് മേൽ അധികാരമുള്ള സഭ, ആമേൻ, അധികാരമുള്ള സഭ, ദേശത്തിലെ മന്ത്രവാദികളുടെ മേൽ അധികാരമുള്ള സഭ, ദേശത്തിലെ ക്ഷുദ്രക്കാരുടെ മേൽ അധികാരമുള്ള സഭ, ദേശത്തിലെ ആഭിചാരങ്ങളുടെ മേൽ അധികാരമുള്ള വിശ്വാസികൾ. ആരാധന ശഖ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. അപ്പൻ ഓടി വന്ന് അവന് ചെരുപ്പിട്ട് കൊടുത്തു.
മോനെ, ഇനി കല്ലിലും മുള്ളിലും ചവിട്ടി നീ നടക്കേണ്ടി വരത്തില്ല. ആ കഠിന വഴി മാറുകയാ. ആ കഠിന വഴിയുടെ സീസൺ മാറുകയാ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുത്ത്, ആമേൻ, സമൃദ്ധി വെളിപ്പെടുക. അപ്പന്റെ ഭവനത്തിൽ എന്തുണ്ട്? സമൃദ്ധിയുണ്ട്. ഹല്ലേലൂയ. തടിപ്പിച്ച കാളക്കുട്ടിയുടെ സമൃദ്ധിയുണ്ട്. നീ സുഖമായി ഉറങ്ങും. നീ ദൈവസന്നിധിയിലാണെങ്കിൽ നീ സുഖമായി ഉറങ്ങും. കോടികൾ കൊണ്ട് തലയണ ഉണ്ടാക്കിയില്ലെങ്കിൽ നീ സുഖമായി ഉറങ്ങും. കോടികൾ കൊണ്ട് മെത്ത ഉണ്ടാക്കിയില്ലെങ്കിൽ നീ സുഖമായി ഉറങ്ങും. 5 നേരം തിന്നാനില്ലെങ്കിലും നീ സുഖമായിട്ട് ഉറങ്ങും. കാരണം അപ്പൻ തരുന്നതിനൊരു ശേഷിപ്പുണ്ട്. ഓ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. നോക്കൂ, വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം ബൈബിൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് പറ്റുന്നില്ല? നോക്കിയേ, ലൂക്കോസിന്റെ സുവിശേഷം 15-18 വാക്യത്തിൽ ആ ശേഷിപ്പിലേക്ക് ആ മകൻ മടങ്ങി വരിക. അവനൊരു ദിവസം സുബോധം വന്നിട്ട് തീരുമാനിച്ചു, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലും. ഞാൻ വിളിച്ചു പറയും, അപ്പാ, ഞാൻ നിന്നോട് മാത്രമല്ല നമ്മുടെ ദൈവത്തോടും പാപം ചെയ്തു. ഇനി നിന്റെ മകൻ എന്നായിട്ട് നീ എന്നെ അംഗീകരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് നിന്റെ ദാസന്റെ സ്ഥാനമെങ്കിലും തരണം. ആമേൻ. എനിക്ക് നിന്റെ ഭവനത്തിനകത്തൊരു സ്ഥാനം തരണം. കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്ക്. ഓടിപ്പോയവർ കിട്ടിയതും കൊണ്ട് ഓടിപ്പോയവർ, നഷ്ടപ്പെട്ടവരായി മാറിയവർ, ഇന്നലകളെ കാലുവരി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ, കുറവുകളെ വിളിച്ചു പറയാം, അപ്പാ, എനിക്ക് അപ്പന്റെ ഭവനത്തിലെ ദാസനായാൽ മതി. എനിക്ക് ലോകത്തിലെ രാജാവാകണ്ട. ഇവൻ പോയത് ലോകത്തിലെ പ്രഭുവാകാനാ. ഇവൻ പോയത് ലോകത്തിലെ രാജാവാകാനാ. ഇവൻ പോയത് ലോകത്തിലെ ശ്രേഷ്ഠനാകാനാ. വിളിച്ചു പറയ്, അപ്പന്റെ ഭവനത്തിലെ അടിമയായാൽ മതി. അപ്പന്റെ ഭവനത്തിലെ ദാസനായാൽ മതി. അപ്പന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വാ. ഇന്ന് പകൽ കുറവുകൾ ഏറ്റുപറയ്. സഭയെ വിളിച്ചു പറയാ, അപ്പാ, എന്റെ ജീവിതത്തിൽ കുറവുകൾ വന്നുപോയി. ഞാൻ അപ്പനിൽ നിന്ന് അകന്നുപോയി. ചില വാക്കുകൾ കേട്ട്, ചില സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ചിലതെന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഞാൻ അപ്പനിൽ നിന്ന് അകന്നുപോയി. മടങ്ങി വാ. ആമേൻ. ലോകത്തിൽ ആ നന്മകൾ നശിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കുറവുകൾ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ കുറവുകൾ തിരിച്ചറിയുക. നമുക്ക് ഏറ്റവും പാടുള്ള കാര്യമാണ്. നമ്മുടെ കുറവ് പോയിട്ട് ഈ ലോകത്തുള്ള എല്ലാ കുറവും നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്തെടുക്കും. ആമേൻ. നമ്മുടെ കുറവ് മാത്രം നമ്മുടെ കണ്ണ് കാണത്തില്ല. അങ്ങ് ദൂരെ കൂടെ ഒരു ചെറുക്കനും പെണ്ണും കൂടെ പോയാൽ മതി. അപ്പുറത്തെ വീട്ടിൽ ചെറുക്കനും പെണ്ണുമാണെന്ന് നമ്മുടെ വൃത്തികെട്ട കണ്ണ് സ്കാൻ ചെയ്തെടുക്കും. ആമേൻ. ഹല്ലേലൂയ. അങ്ങ് ദൂരെ തലമുടി പോലും കറുപ്പാണെന്ന് കാണാൻ പറ്റാത്തടത്ത് നിന്നുകൊണ്ട് ഒരുത്തൻ അങ്ങോട്ടെങ്കിലും നോക്കിയാൽ ഉടനെ അത് അപ്പുറത്തെ വീട്ടിൽ നോക്കിയതാണെന്ന് നമ്മുടെ വൃത്തികെട്ട കണ്ണ് സ്കാൻ ചെയ്തെടുക്കും. ഇതെല്ലാം നമ്മുടെ വൃത്തികെട്ട കണ്ണിന് പറ്റും. പക്ഷെ നമ്മുടെ കുറവ് മാത്രം ഈ സാധനം കണ്ടുപിടിച്ച് തരത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിൾ വായിക്കുക. അപ്പോൾ നമ്മുടെ കുറവുകൾ തിരിച്ചറിയുവാറായി തീരും. അപ്പോൾ ഈ സമൃദ്ധി നോക്കിയ രാജാക്കന്മാരുടെ പുസ്തകം 18-30 വാക്യത്തിൽ ആ സമൃദ്ധിയിലേക്ക് ഒരുത്തൻ പ്രവേശിക്കുക. ഏലിയാവ് യാഗപീഠത്തെ നന്നാക്കിക്കൊണ്ട്. ആമേൻ. ആവശ്യം ഒരു സമൃദ്ധിയാ. കേൾക്ക്. ആമേൻ. ആവശ്യം എന്താ? ഒരു സമൃദ്ധിയാ. അവിടെ ബാലിൻ്റെ പ്രവാചകന്മാർ 19 വാക്യത്തിൽ 400 + 450 850 പ്രവാചകന്മാരുണ്ട്. അപ്പോൾ ഈ ഏലിയാവിൻ്റെ ആവശ്യം എന്താ? ഇതിലൊന്ന് ഒരുത്തനെ പിടിച്ച് 4 പേരുടെ മുമ്പ് കൊണ്ട് നിർത്തിയിട്ട്, ഞാൻ പൈശാചിക മണ്ഡലത്തിൽ നിന്ന് ഞോണ്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ പേടിക്കണം എന്ന് പറയുക അല്ല. ഏലിയാവിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇതിൽ ഒരൊറ്റ എണ്ണം രക്ഷപ്പെടരുത്. ആമേൻ. ഈ പിശാചിൻ്റെ മന്ത്രവാദികളും ഈ ബാലിൻ്റെ പ്രതിഷ്ഠയിൽ പൂജിക്കുന്നവന്മാർ ഒരൊറ്റ എണ്ണം രക്ഷപ്പെടരുത്. അതിനെന്ത് ചെയ്യണം? യാഗപീഠത്തെ പണിയണം. ഹല്ലേലൂയ. അടിസ്ഥാനത്തെ പണിയണം. ആമേൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാ. എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുന്നവരാ. വലിയ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യണം. പക്ഷെ ചെറിയ കാര്യങ്ങൾ നമ്മൾ അങ്ങ് വിട്ടുകളയും. ആമേൻ. ഒന്ന് ശ്രദ്ധിച്ചോ. വലിയ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തു പോകും. പക്ഷെ നമ്മൾ തിരിച്ചറിയാ, നമ്മുടെ ഒരു ചെറിയ തെറ്റ് പോലും ദൈവം അംഗീകരിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും മുത്തിൻ്റെ കൂടെ കിടന്ന് വഴക്കൂടുന്നെന്നുള്ള പരാതിയാണ്. കാരണം എനിക്ക് അവനെ ഒരുപാട് സ്നേഹമായതുകൊണ്ട് അവൻ്റെ ഒരു ചെറിയ തെറ്റ് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ആമേൻ. ഞാൻ ജീവിക്കുന്നത് അവന് വേണ്ടിയാണ്. എനിക്ക് അവനെ അത്ര ഇഷ്ടം. അതുകൊണ്ട് അവനും വിചാരിക്കും അപ്പം ഇന്ന് എല്ലാ ചെറിയ തെറ്റിനും അവൻ വിചാരിക്കും അവൻ്റെ കൂട്ടുകാരന്മാർ അങ്ങനെ തെറ്റിയത് ആരും ഒന്നും പറയുന്നില്ല. അവരുടെ കൂട്ടുകാരെ പോലെയല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മോനായതുകൊണ്ട് അവൻ്റെ ചെറിയ തെറ്റ് പോലും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആ ചെറിയ തെറ്റിന് അവൻ വലിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന അപ്പനായതുകൊണ്ട് തെറ്റ് വരുത്താതിരിക്കുക എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. ആമേൻ. ഇത് തന്നെ നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യും, പക്ഷെ ചെറിയ കാര്യങ്ങൾ വിട്ടുപോകും. നോക്കിയേ, അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം അതിൻ്റെ 10 വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ യാഗം നടത്തിയപ്പോൾ, അബ്രഹാം യാഗം നടത്തിയപ്പോൾ പക്ഷികളെ പിളർത്തിയില്ല. യാഗം കഴിച്ചു,
പക്ഷികളെ പിളർത്തിയില്ല. ഒരു ചെറിയ കാര്യം. വലിയ കാര്യം എന്താ? അതിൻ്റെ 9ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. അവിടെ ദൈവം അവനോട് നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക. 5 കാര്യങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. കാളയെ കൊണ്ടുവന്നു, കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്നു, എല്ലാം കൊണ്ടുവന്ന് യാഗം കഴിച്ചു. ദൈവത്തിനോട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, കർത്താവ് ഇത്രയൊക്കെ അവൻ സെറ്റപ്പായിട്ട് ചെയ്തു, ഈ സാധനത്തിനൊന്നും കീറിയില്ല, നിനക്ക് ക്ഷമിച്ചൂടെ? ദൈവം പറയും ഇല്ല, ക്ഷമിക്കൂല. ആമേൻ, ഹല്ലേലൂയ. ഈ ചെറിയ തെറ്റാണ് 400 വർഷം അന്ന് ജനിച്ചിട്ടില്ലാത്തത് വരെ മിസ്രയീമിൻ്റെ അടിമത്വത്തിലായി തീരുവാൻ കാരണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ചെറിയ തെറ്റിന് പോലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഉൾപ്പെടെ നമ്മുടെ തലമുറകൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ചെറിയൊരു തെറ്റ് പോലും വരാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ തയ്യാറാകുക. അടിസ്ഥാനങ്ങളെ പണിയുമ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാർ തകർക്കപ്പെടും. ദേശത്തിന് എഴുന്നേറ്റ് നിൽക്കുന്ന മന്ത്രവാദ ശക്തികൾ തകർക്കപ്പെടുവാനായിട്ട് തുടങ്ങും. തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില അടിസ്ഥാനങ്ങൾ പണിയപ്പെടുക. യേശുവിൻ നാമത്തിൽ ചില അടിസ്ഥാനങ്ങൾ പണിയപ്പെടുമ്പോൾ ചിലത് ക്രമപ്പെടുവാനുണ്ട്, ചിലത് ശരിയായി തീരുവാനുണ്ട്, ചിലത് ശരിയാകാനുണ്ട്. അപ്പന്റെ ഭവനത്തിലേക്ക് ഒരു മടങ്ങി വരവ്, അപ്പന്റെ അടുക്കലേക്ക് ഒരു മടങ്ങി വരവ്. ഇന്നലകളിൽ ഇല്ലാത്തവനായി, ഇന്നലകളിൽ നിരാശയോടെ കണ്ണുനീരോടെ നീ ആയിരുന്ന സമയത്ത് അപ്പന്റെ സന്നിധിയിലായിരുന്നത് പോലെ അപ്പന്റെ സന്നിധിയിലേക്ക് ഒരു മടങ്ങി വരവ് എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നുണ്ട്. ബാലിന്റെ പ്രവാചകന്മാരെ തകർക്കുവാൻ, ദേശത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഈ സബേലിയ മണ്ഡലങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം അടിസ്ഥാനങ്ങൾ പണിയപ്പെടുന്നവരുടെ മേൽ അഭിഷേകം പകരപ്പെടുക. യേശുവിൻ നാമത്തിൽ ബാലിന്റെ പ്രവാചകന്മാരെ തകർക്കുവാൻ, കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ സബേലിയ മണ്ഡലങ്ങളെ യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ചില ഈ സബേലിയ മണ്ഡലങ്ങൾ തകർക്കപ്പെടുക. ദേശത്തിന്മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ഈ സബേലിയ മണ്ഡലങ്ങൾ, തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന വ്യഭിചാരത്തിന്റെ ഈ സബേലിയ മണ്ഡലങ്ങൾ, ദുർനടപ്പിന്റെ ഈ സബേലിയ മണ്ഡലങ്ങൾ, അത്യാഗ്രഹത്തിന്റെ ആകാത്ത വഴികളിൽ തലമുറകളെ വലിച്ചു കൊണ്ടുപോകുന്ന, പണത്തിന്റെ പിന്നാലെ ഓടുമാറാക്കുന്ന, നന്മകളെ ലക്ഷ്യം വെച്ച് തകർത്തു കളയുവാൻ വെളിപ്പെട്ട് നിൽക്കുന്ന ഈ സബേലിയ മണ്ഡലത്തിന് മേൽ ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, അഭിഷേകം ചില ഈ സബേലിയ മണ്ഡലങ്ങളെ തകർക്കുന്ന യേശുവിൻ നാമത്തിൽ നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുന്ന ഈ സബേലിയ നിന്റെ ആത്മീയ ജീവിതത്തെ പോലും തകർത്ത് കളയുന്ന ആ ഈ സബേലിയ മണ്ഡലത്തിന് മേലൊരു അധികാരം പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ അഭിഷേകം പകരപ്പെടുക. ഈ സബേലിയ മണ്ഡലങ്ങളുടെ യേശുവിൻ നാമത്തിൽ ഈ സബേലിയ മണ്ഡലങ്ങളുടെ മേൽ, ഈ സബേലിയ മണ്ഡലങ്ങളുടെ മേൽ തകർത്ത് മുടിച്ചു കളയുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ സബേലിയ മണ്ഡലങ്ങളുടെ മേൽ നിന്റെ തലമുറയെ പുറത്തുവിടാതെ വണ്ണം, നന്മ പ്രാപിക്കുവാൻ അനുവദിക്കാത്ത വിധത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ഈ സബേലിയ മണ്ഡലം ചിലത് വിട്ടുകളഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. ലൈവിലായിരിക്കുന്നവർ പ്രാർത്ഥിച്ചു. സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ചില ഈ സബേലിയ മണ്ഡലങ്ങൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ തലമുറകളുടെ നന്മയുടെ മേൽ, അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്നത് യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടുക. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. ഈ നല്ല പകലിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരെ സൗഖ്യമാക്കി സമൃദ്ധിയുടെ അനുഭവം നൽകി മാനിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥന യാചനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പേര് ശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രാർത്ഥനയും യാചനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.